السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. إن الحمد لله نحمده ونستعينه ونستهديه ونعوذ بالله من شرور أنفسنا وسيئات أعمالنا. من يهده الله فلا مضل له ومن يضلله فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. ثم أما بعد فإن أصدق الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة വകുല്ല ضലാലത്തിൻ ഫിന്നാർ. സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധി വിലക്കുകൾ സൂക്ഷിച്ച് തഖ്വയുള്ളവരായി ജീവിക്കുവാൻ എന്നോടെന്ന പോലെ എല്ലാവരെയും ഉണർത്തുകയും ഉപദേശിക്കുകയുമാണ്. ഇന്നത്തെ നമ്മുടെ സംസാര വിഷയം അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ തിരുനാമങ്ങളിൽ അത്തവ്വാബ് എന്ന് പറയുന്ന നാമമാണ്. അള്ളാഹുവിൻ്റെ വിശിഷ്ട നാമങ്ങളിൽ അത്തവ്വാബ് എന്ന് പറയുന്ന നാമം അള്ളാഹുവിനെ അർത്ഥമാക്കുന്നതും തേടുന്നതും അതുമായി ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടുന്നതുമായ വിഷയങ്ങളാണ്. ഇൻഷാ അല്ലാഹ് ഇവിടെ ഈ അനുഗ്രഹീത സന്ധ്യാസമയം അള്ളാഹുവിൻ്റെ മസ്ജിദാകുന്ന ഈ മജ്ലിസുൽ ഇൽമിൽ മജ്ലിസു ദിക്റിൽ ഇൻഷാ അല്ലാഹ് നമ്മൾ മനസ്സിലാക്കുന്നത്. വിശുദ്ധ ഖുർആനിൽ പലതവണ പരാമർശിക്കപ്പെട്ട അള്ളാഹുവിൻ്റെ തിരുനാമമാണ് അത്തവ്വാബ്. അള്ളാഹു തെറ്റുകുറ്റങ്ങൾ ചെയ്യുന്ന അടിയാറുകൾക്ക് തൗബ മതപരമാക്കി, ശറഅാക്കി. തെറ്റുകുറ്റങ്ങളിൽ നിബന്ധിക്കുക എന്നുള്ളത് മനുഷ്യ സഹജമായൊരു സ്വഭാവമാണ്. നബിമാർ മഅസൂമീങ്ങളാണ്, അവർ പാപസുരക്ഷിതരാണ്. മലക്കുകൾ അവർ മുഖറബീങ്ങളായ അള്ളാഹുവിൻ്റെ ദാസന്മാരാണ്. അവർ തെറ്റുകുറ്റങ്ങൾ പ്രവർത്തിക്കുന്നവരല്ല. അള്ളാഹുവിൻ്റെ ആജ്ഞപ്രകാരം അവർ പുണ്യം പ്രവർത്തിക്കുന്ന അവൻ്റെ സാമീപ്യം സിദ്ധിച്ച ദാസന്മാരാണ്. നമ്മളെപ്പോലുള്ള മനുഷ്യർ, നമുക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല ഊട്ടിയ പ്രകൃതി തെറ്റിന് പ്രേരിതമാകുന്ന പ്രകൃതിയാണ്. വമാ ഉബർരിഉ നഫ്സി ഇന്നൻ നഫ്സ ലഅമ്മാറത്തുൻ ബിസ്സൂ. തിന്മയാൽ കൽപ്പിക്കുന്നതാണ് മനുഷ്യ മനസ്സ് അല്ലെങ്കിൽ മനുഷ്യൻ. പക്ഷെ തെറ്റുകുറ്റങ്ങൾ പ്രവർത്തിക്കുന്ന മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ തെറ്റുകുറ്റങ്ങൾ വന്നു പോകുന്ന മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം അല്ലാഹു സുബ്ഹാനഹു വ തആല തെറ്റുകുറ്റങ്ങൾക്കപ്പുറം മനുഷ്യനെ തൗബ ശറഅാക്കി, നിയമമാക്കി. നമ്മൾ വിശുദ്ധ ഖുർആനിൽ മനസ്സിലാക്കുന്നു, തൂബു ഇലല്ലാഹി ജമീഅൻ വതൂബു ഇലല്ലാഹി ജമീഅൻ അയ്യുഹൽ മുഅ്മിനൂൻ. മുഅ്മിനീങ്ങളെ, നിങ്ങൾ ഒന്നടങ്കം അള്ളാഹുവിലേക്ക് തൗബ ചെയ്ത് മടങ്ങുവിൻ. ഇത് അള്ളാഹുവിൻ്റെ ആജ്ഞയാണ്. അത് അല്ലാഹു സുബ്ഹാനഹു വ തആല തൗബയെ ശറഅാക്കി ആജ്ഞാപിച്ചതാണ്. അപ്പോൾ തവ്വാബ് എന്ന് പറഞ്ഞാൽ തൗബ മതപരമാക്കിയവൻ, മതനിയമമാക്കിയവൻ എന്ന് അതിനർത്ഥമുണ്ട്.
ഇതേപോലെ ഇന്നമത് തൗബത്തു അലല്ലാഹ് എന്ന് പറഞ്ഞ് അല്ലാഹു സുബ്ഹാനഹു വ തആല തൗബ തൻ്റെ ബാധ്യതയായി ഏറ്റു എന്ന് പറഞ്ഞാൽ തെറ്റ് ചെയ്യുന്ന മനുഷ്യന്മാർ തെറ്റിൽ നിന്ന് പശ്ചാത്തപിച്ചാൽ അവരെ ഉൾക്കൊള്ളാനും സ്വീകരിക്കാനും അവരുടേത് കബൂലാക്കാനും അള്ളാഹു റെഡിയാണ്. നമുക്കറിയാം അള്ളാഹ്ക്ക് ബാധ്യതയൊന്നുമില്ല. അള്ളാഹു സ്വന്തം ബാധ്യതയാക്കിയ കാര്യങ്ങളല്ലാതെ നമുക്ക് കുറേ ബാധ്യതകളുണ്ട്. ആ ബാധ്യതകൾ അള്ളാഹു നമുക്ക് ബാധ്യതയാക്കിയാണ്, അല്ലെങ്കിൽ മറ്റുള്ളവർ നമ്മുടെ മേൽ അടിച്ചേൽപ്പിച്ച ബാധ്യതകളൊക്കെ നമുക്കുള്ളത്. അള്ളാഹിനെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിന് ബാധ്യതയായി ഒന്നുമില്ല മറ്റുള്ളവർ അടിച്ചേൽപ്പിച്ചത്. പക്ഷെ അള്ളാഹു സ്വയം ബാധ്യതയായി ഏറ്റ കുറേ കാര്യങ്ങളുണ്ട്. അതിൽപ്പെട്ടതാണ് അടിയാറുകളുടെ തൗബ സ്വീകരിക്കുക എന്നുള്ളത്. ഇന്നമത് തൗബത്തു അലല്ലാഹ് എന്താ അതിൻ്റെ അർത്ഥം? തൗബ കബൂലാക്കുക എന്നുള്ളത് അള്ളാഹു ബാധ്യതയായി ഏറ്റിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ തൗബ മതപരമാക്കിയവൻ, തൗബ സ്വീകരിക്കുക എന്നുള്ളത് ബാധ്യതയായി ഏറ്റവൻ, ഇതൊക്കെയാണ് അത്തവ്വാബ് എന്നുള്ള പേര് അർത്ഥമാക്കുന്നത്. ഇതേപോലെ തൗബക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല എളുപ്പവും ഉദവിയും പ്രദാനം ചെയ്യുക. തൗബ ചെയ്യാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യരെ പ്രോത്സാഹിപ്പിക്കുകയാണ്, പ്രേരിപ്പിക്കുകയാണ്. ഒന്ന് ആലോചിച്ച് നോക്കൂ നിങ്ങൾ. അള്ളാഹുവിൻ്റെ മുമ്പിൽ തെറ്റ് ചെയ്ത മനുഷ്യന് അതിൽ പശ്ചാത്താപമുണ്ടാക്കാനും അതിൽ മനസ്സ് മാറ്റുണ്ടാകാനും അള്ളാഹു എളുപ്പം നൽകുക, അതിന് അള്ളാഹു തോന്നലുണ്ടാക്കുക, അതിന് അള്ളാഹു സുബ്ഹാനഹു വ തആല സൗകര്യം ചെയ്യുക. ഇതും അത്തവ്വാബ് എന്നുള്ള നാമം അർത്ഥാക്കുന്നുണ്ട്. വിശുദ്ധ ഖുർആൻ നമ്മൾ വായിക്കണില്ലേ, സുമ്മ താബ അലൈഹിം ലിയതൂബു, സുമ്മ താബ അലൈഹിം. അള്ളാഹു സുബ്ഹാനഹു വ തആല അവരുടെ നേരെ കനിഞ്ഞു മടങ്ങി. എന്തിന്? ലിയതൂബു, അവർ തൗബ ചെയ്യാൻ വേണ്ടിയിട്ട്. ആളുകൾ തൗബ ചെയ്യാൻ അള്ളാഹു അവരുടെ നേരെ കനിഞ്ഞു മടങ്ങി എന്ന് പറയുമ്പോൾ തെറ്റ് ചെയ്തവർ തെറ്റിൽ നിന്ന് പശ്ചാത്തപിച്ച് മടങ്ങാൻ വേണ്ടിയിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല അവരോട് കനിവുള്ളവരായി. അങ്ങനെ അള്ളാഹു അവർക്ക് തോന്നലുണ്ടാക്കി, അവരുടെ മനസ്സിന് അള്ളാഹു വിശാലത നൽകി. അങ്ങനെ അവർക്ക് പ്രേരണ ഉണ്ടാകുകയാണ് തൗബ ചെയ്യണം എന്നുള്ള. അബൂ ഉമർ സാദാൻ അൽ കിന്ദിയുടെ ചരിത്രം ഇമാം അൽ ഹാഫിദ് അസ്സഹബി സിയർ ആലാമുൻ നുബലായിൽ ഈ അബൂ ഉമർ സാദാൻ അൽ കിന്ദിയുടെ ചരിത്രം കൊടുക്കുന്നുണ്ട്. എന്താ അബൂ ഉമർ അൽ കിന്ദിയുടെ ചരിത്രം? അദ്ദേഹം പറയാണ്, ഞാനൊരു ചെറുപ്രായക്കാരനായിരുന്നു, നല്ല സൗണ്ടായിരുന്നു എൻ്റേത്, നല്ല ശബ്ദം. അങ്ങനെ അദ്ദേഹം പറയണ ഈ തമ്പൂർ എന്ന് പറഞ്ഞാൽ തമ്പുരു അല്ലെങ്കിൽ വീണ, നന്നായി വീണ വായിക്കും. അങ്ങനെ ഞാൻ എൻ്റെ ഒരു സുഹൃത്തിനോടൊപ്പം ഇരിക്കുകയാണ്. അവിടെ ഒരു പാത്രത്തിൽ മദ്യമുണ്ട്, പിന്നെ എൻ്റെ കയ്യിൽ തമ്പുരുണ്ട്, വീണ. ഞാനാണെങ്കിൽ സുന്ദരമായിട്ട് പാടും ചെയ്യും. അങ്ങനെ വീണ തമ്പുരു മീട്ടി മദ്യം സേവിച്ച് പാട്ട് പാടിയിട്ടിരിക്കുകയാണ്. ആര്? ഈ അബൂ ഉമർ റാദാൻ അല്ലെങ്കിൽ സാദാൻ അൽ കിന്ദി. അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു ആ വഴി നടന്നു. ഇവരിങ്ങനെ പാട്ട് കണ്ട ആ വഴിയെ ഇബ്നു മസ്ഊദ് നടന്നു. അങ്ങനെ ഇബ്നു മസ്ഊദ് ഈ ഒച്ച കേട്ടപ്പോൾ അവിടെ കയറി. അപ്പം നോക്കുമ്പോൾ ഇതാ രംഗം, ഒരാൾ പാട്ട് പാടുന്നുണ്ട്, അയാൾ വീണ വായിക്കണ്, പിന്നെ അവിടെ ഒരു പാത്രത്തിൽ മദ്യം. ഇബ്നു മസ്ഊദ് എന്ത് ചെയ്ത്? ആദ്യം പാത്രം ഉടച്ച്, പിന്നെ തമ്പുരു അല്ലെങ്കിൽ വീണ വാങ്ങിയിട്ട് അത് പൊട്ടിച്ച്, എന്നിട്ട് ഈ അബൂ ഉമർ അൽ കിന്ദിയോട് പറഞ്ഞു, ലൗ കാന മാ യസ്മഉ മിൻ ഹുസ്നി സൗതിക് യാ ഗുലാം ബിൽ ഖുർആൻ കുൻത അൻത അൻത്. അതാണ് കുട്ടി, നിന്റെ ഈ സുന്ദരമായ സൗന്ദര്യം കൊണ്ട് നീ ഖുർആൻ പാരായണം ചെയ്തിരുന്നുവെങ്കിൽ നീ ആരാകുമായിരുന്നു? പറഞ്ഞാൽ നിനക്കൊരു നല്ല ഫ്യൂച്ചറുണ്ട്, നിനക്ക് സുന്ദരമായ ശബ്ദമാണ്, ഈ ശബ്ദം കൊണ്ട് നീ ഖുർആൻ ഓതിയിട്ടുണ്ടെങ്കിൽ നിനക്ക് ആരാകാം? ഇതാണ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹുവിൻ്റെ ചോദ്യം. ഇബ്നു മസ്ഊദ് ഇത് പറഞ്ഞിട്ട് പോയി. അങ്ങനെ അബൂ ഉമർ സാദാൻ
അൽ കിന്ദി പറയാണ്, ഞാൻ എൻ്റെ സുഹൃത്തുക്കളോട് ചോദിച്ചു, പിന്നെ ഇതാരാണ്, മൻ ഹാദ? അപ്പോൾ അവർ പറഞ്ഞു, ഹാദ ഇബ്നു മസ്ഊദ്, ഇബ്നു മസ്ഊദാണ്. അദ്ദേഹം പറയാണ്, ഫഉൽഖിയ ഫീ നഫ്സി അത്തൗബ, ആ സമയം എൻ്റെ ഖൽബിൽ തൗബ ഇടപെട്ടു എന്നാണ്. തൗബ അതിനുള്ള പ്രചോദനം ഉണ്ടായി. അങ്ങനെ ഫസഅയ്തു അബ്കി വ അഖത്തു ബിസൗബിഹി, കരഞ്ഞുകൊണ്ട് ഇബ്നു മസ്ഊദിന്റെ പിന്നാലെ കൂടി എന്നാണ്. അദ്ദേഹത്തിൻ്റെ വസ്ത്രം പിടിച്ചു. ഫഅഖ്ബല അലയ്യ ഫഅതനഖനി വബക, ഇബ്നു മസ്ഊദ് ആകട്ടെ ഞാൻ കരഞ്ഞുകൊണ്ട് അദ്ദേഹത്തിൻ്റെ വസ്ത്രം പിടിച്ച് പിന്നാലെ കൂടിയപ്പോൾ ഇബ്നു മസ്ഊദ് എന്നിലേക്ക് തിരിഞ്ഞിട്ട് ഇബ്നു മസ്ഊദും കരഞ്ഞു, എന്നെ അണച്ചുപൂട്ടി കെട്ടിപ്പിടിച്ചു. എന്നിട്ട് വഖാല, ഇബ്നു മസ്ഊദ് പറഞ്ഞു, ഇമാം ദഹബി രേഖപ്പെടുത്തുകയാണ്, മർഹബൻ ബിമൻ അഹബ്ബഹുല്ലാഹ് ഇജ്ലിസ്, മർഹബൻ ബിമൻ അഹബ്ബഹുല്ലാഹ്, അള്ളാഹു ഇഷ്ടപ്പെട്ടവന് മർഹബൻ, സ്വാഗതം, ഇരിക്കാൻ പറഞ്ഞു. അങ്ങനെ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു പിന്നെ അദ്ദേഹത്തിന് കുറേ കാരക്ക സമ്മാനം നൽകി അങ്ങനെ അദ്ദേഹത്തെ വിട്ടതാണ്. അബൂ ഉമർ സാദാൻ അൽ കിന്ദി അറിയപ്പെട്ട വ്യക്തിത്വമാണ് ഇസ്ലാമിക ചരിത്രത്തിൽ. ഇബ്നു മസ്ഊദിൻ്റെ ശിഷ്യനായി, പിന്നെ ഇബ്നു മസ്ഊദിൻ്റെ ശിഷ്യനായി, പ്രമുഖ വ്യക്തിത്വമായി. ഇമാം അൽ ഹാഫിളു ദഹബി സിയർ അഅ്ലാമുൻ നുബലായിൽ ഇദ്ദേഹത്തിൻ്റെ ചരിത്രം കൊടുക്കുന്നുണ്ട്. അപ്പം ഇവിടെ നോക്കൂ നിങ്ങൾ, തൗബക്കുള്ള പ്രചോദനം ഖൽബിലുണ്ടായി. ഇബ്നു മസ്ഊദ് അദ്ദേഹത്തെ സ്വീകരിച്ചത് എങ്ങനെ പറഞ്ഞിട്ടാണ്? മർഹബൻ ബിമൻ അഹബ്ബഹുല്ലാ, അള്ളാഹു ഇഷ്ടപ്പെട്ടവന് സ്വാഗതം എന്നാണ്. അപ്പം ഇവിടെ നമ്മളുടെ വിഷയം മദ്യത്തിൽ നിന്ന്, അതേപോലെ തന്നെ ഈ നിഷിദ്ധമായ സംഗീതോപകരണത്തിൽ നിന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരു മനുഷ്യന് തൗബ നൽകുകയാണ്, പശ്ചാത്താപം നൽകുകയാണ്. ആ തൗബക്കുള്ള പ്രചോദനം ആരാ? അള്ളാഹുവാണ്. അയാൾ അള്ളാഹു സുബ്ഹാനഹു വ തആല ഇഷ്ടപ്പെടാൻ. അപ്പം അള്ളാഹു തവ്വാബ് എന്ന് പറയുമ്പോൾ തൗബക്ക് പ്രചോദനം നൽകുന്നവനാണ് അള്ളാഹു, പ്രേരണയേകുന്നവനാണ് അള്ളാഹു. അതേപോലെ തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല തൗബ ചെയ്യാനുള്ള അവസരം എളുപ്പമാക്കും, തൗബ ചെയ്യാനുള്ള അവസരം എളുപ്പമാക്കും. ഇതാണ് സുമ്മ താബ അലൈഹിം ലിയതൂബു, അള്ളാഹു അടിയാറുകളിലേക്ക് കനിഞ്ഞു മടങ്ങും. എന്തിന്? അടിയാറുകൾ തൗബ ചെയ്യാൻ വേണ്ടി എന്നാണ്. അള്ളാഹു സൃഷ്ടിച്ചു, അള്ളാഹു കഴിവും കരുത്തും നൽകി. എന്നിട്ട് അള്ളാഹുവിൻ്റെ മുമ്പിൽ ധിക്കാരം പ്രവർത്തിക്കുന്ന മനുഷ്യനെ അള്ളാഹ്ക്ക് പിടിച്ച് ശിക്ഷിക്കാം, അള്ളാഹിൻ്റെ അദാബ് അവരിൽ അള്ളാഹ്ക്ക് ഇറക്കാം. പക്ഷേ എന്നാലും അള്ളാഹു സുബ്ഹാനഹു വ തആല അതിന് കഴിവുണ്ടായിട്ടും, അള്ളാഹു അതിന് യോഗ്യനായിട്ടും, അള്ളാഹു മനുഷ്യന്മാർ നന്നാകാൻ വേണ്ടിയിട്ട് പശ്ചാത്തപിച്ച് മടങ്ങി അവർക്കൊരു നല്ല ഫ്യൂച്ചർ ഉണ്ടാകാൻ അള്ളാഹു സുബ്ഹാനഹു വ തആല അവസരം നിശ്ചയിക്കണം. അത് അള്ളാഹു സുബ്ഹാനഹു വ തആലാൻ്റെ മഹിത സ്വഭാവമായിട്ട് നമ്മൾ മനസ്സിലാക്കണം. ഹസനുൽ ബസരിയുടെ ചരിത്രത്തിൽ ഇമാം ഹസനുൽ ബസരി ഒരു അമുസ്ലിമായ രോഗിയെ കാണാൻ പോയൊരു ചരിത്രമുണ്ട്. അദ്ദേഹം പറയാണ്, രോഗിയുടെ അടുത്ത് ഞാൻ ചെന്നപ്പോൾ രോഗി മരണാസന്നനായിട്ട് കിടക്കുക. ഹസനുൽ ബസരി പറഞ്ഞേ, ഈ മരണവേളയിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന് തൗബക്ക്, ഇസ്ലാമിന് ഒരു ഉദവി നൽകട്ടെ എന്ന് ഞാൻ മനസ്സിൽ പ്രതീക്ഷിച്ചു. ഇസ്ലാമിൽ അള്ളാഹു അദ്ദേഹത്തെ മരിപ്പിക്കട്ടെ എന്ന് ഞാൻ എൻ്റെ മനസ്സിൽ പ്രതീക്ഷിച്ചു. അങ്ങനെ ഇമാം ഹസനുൽ ബസരി അയാളോട് പറഞ്ഞു, മാ തജിദ് വ കൈഫ ഹാലുക്, നിങ്ങളുടെ അവസ്ഥ എന്താണ്? അപ്പം അയാൾ പറയാണ്, ലീ ഖൽബുൻ അലീൽ ലാ സിഹത ലി, എനിക്ക് നോവ് ഏറ്റ ഒരു ഹൃദയമുണ്ട്, എനിക്ക് താങ്ങാൻ കരുത്തില്ല. വബദനുൻ സഖീമുൻ ലാ ഖുവത ലി, എനിക്ക് രോഗമേറ്റ ഒരു ശരീരമുണ്ട്, താങ്ങാൻ ശക്തിയില്ല, കരുത്തില്ല. വഖബ്റുൻ മൂഹിഷുൻ വല അനീസലി, ഭീകരത സമ്മാനിക്കുന്ന ഒരു കബറിടുണ്ട്, അവിടെ എനിക്കൊരു കൂട്ടുകാരനില്ല. വസഫറുൻ ബഈദുൻ വല സാദലി,
എനിക്ക് ലോങ് യാത്രയാണ്, ആ യാത്രയിൽ പാതയം വേണം, യാത്രാ ഭക്ഷണം അതില്ല. വസിറാത്തുൻ ദഖീഖുൻ ലാ ജവാസലി, സൂക്ഷ്മമായ ഒരു സിറാത്തുണ്ട്, അത് കടക്കാൻ പാസ് വേണം, അതില്ല, പുണ്യകർമ്മല്ല എന്നാണ് പറയുന്നത്. വനാറുൻ ഹാമിയത്തുൻ വലാ ബദനലി വജന്നത്തുൻ ആലിയത്തുൻ വലാ നസീബലി, ചുട്ടുപൊള്ളുന്ന നരകാഗ്നിയുണ്ട്, അത് താങ്ങാൻ മേനിയില്ല. ഉത്തുംഗമായ സ്വർഗമുണ്ട്, ആ സ്വർഗത്തിൽ എനിക്കൊരു വിഹിതമല്ല. വറബ്ബുൻ ആദിലുൻ വലാ ഹുജ്ജതലി, നീതിമാനായ റബ്ബുണ്ട്, പക്ഷേ എനിക്ക് ആ റബ്ബിന് മുന്നിൽ പറയാൻ ഒരു ന്യായമല്ല. ഇതൊക്കെയാണ് അയാളുടെ അവസ്ഥ. ഹസൻ ബസ്രി അയാളുടെ ആ വർത്താനം കേൾക്കുകയാണ്. അള്ളാഹു അദ്ദേഹത്തിന് ഒരു തൗഫീഖ് നൽകട്ടെ എന്ന് പറഞ്ഞ് കരുതി ഹസൻ ബസ്രി അദ്ദേഹത്തോട് അടുത്ത് നിന്നാണ്. എന്നിട്ട് ചോദിച്ചു, ലിമലാ തുസ്ലിം ഹത്താ തസ്ലം, ലിമലാ തുസ്ലിം ഹത്താ തസ്ലം, എന്തുകൊണ്ട് നിങ്ങൾ ഇസ്ലാം സ്വീകരിക്കുന്നില്ല നിങ്ങൾ രക്ഷപ്പെടാൻ? ലിമലാ തുസ്ലിം, എന്തുകൊണ്ട് നിങ്ങൾ ഇസ്ലാം സ്വീകരിക്കുന്നില്ല? ഹത്താ തസ്ലം, ഇസ്ലാം സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് രക്ഷപ്പെടാം. അപ്പോൾ അയാൾ പറയാണ്, ഇന്നൽ മിഫ്താഹ ബിയദിൽ ഫത്താഹ് വൽ ഖുഫ്ലു ഹുന, തുറക്കാൻ അള്ളാഹുവാണ് ഫത്താഹ്, താക്കോൽ അള്ളാഹിൻ്റെ കയ്യിലാണ്. ഖുഫ്ല് ഹുന, പൂട്ട് ഇവിടെയാണുള്ളത് എന്ന് പറഞ്ഞാൽ ഹൃദയം അത് പൂട്ട് വീഴ്ത്തപ്പെട്ടതാണ്, ഇത് തുറക്കണ്ടേ, അതിന് ഫത്താഹായ അള്ളാഹുവിൻ്റെ കയ്യിലാണ് മിഫ്താഹ്. അയാൾ തന്നെ നെഞ്ചിലേക്ക് ചൂണ്ടാണ്, പഠിച്ചോ ഹിദായത്ത് തരണം, എന്തെങ്കിലേ ഞാൻ മുസ്ലിം ആകുള്ളൂ എന്നുള്ളതാണ് അയാളുടെ ആ സന്ദർഭം പറയുന്നത്. ഹസൻ ബസരി പറയാണ്, ഞാൻ ദുആ ചെയ്തു അയാൾക്ക് വേണ്ടി, ഇലാഹി വസയ്യിദി വ മൗലായി ഇൻ കാന സബഖ ലിഹാദൽ മജൂസി ഇൻദക ഹസനതൻ ഫഅജ്ജിൽ ബിഹാ ഇലൈഹി ഖബ്ല ഫിറാഖി റൂഹിഹി മിനദ് ദുനിയ. അള്ളാഹിനെ വിളിച്ചിട്ട് പറയാണ്, അള്ളാഹുവേ ഈ മജൂസിക്ക് നേരെ, അയാൾ അമുസ്ലിമാണ്, അഗ്നി ആരാധകനാണ്, ഈ മജൂസിക്ക് നേരെ വല്ല ഹസനത്തും നിന്റെ വിധിയിൽ മുൻകടന്നിട്ടുണ്ട് എങ്കിൽ അത് പെട്ടെന്നാക്കണേ, അയാളുടെ റൂഹ് അയാളുടെ ശരീരത്തോട് വിട വാങ്ങുന്നതിന് മുമ്പ് എന്ന് അദ്ദേഹം പ്രാർത്ഥിച്ചു. എന്താ സംഭവിച്ചത്? കണ്ണു തുറന്നിട്ട് അയാൾ പറഞ്ഞു എന്നാണ്, ഇന്നൽ ഫത്താഹ് അർസൽ മിഫ്താഹ് ഉംദുദ് യുംനാക്, ഫത്താഹായ അള്ളാഹു മിഫ്താഹ് നൽകിയിരിക്കുന്നു. ഹസൻ ബസ്രിയോട് കൈ നീട്ടാൻ പറഞ്ഞ്, എന്നിട്ട് അയാൾ പറഞ്ഞു, അന അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ്. അയാൾ അവിടെ വെച്ച് കലിമ ചൊല്ലി. ഇമാം ഹസൻ ബസ്രി പറയാണ്, ആ കലിമ ചൊല്ലിയതിനപ്പുറം അയാൾ മരണപ്പെട്ടു എന്നാണ്. ഇവിടെ ഈ ഒരു സംഭവം അത്തായിബീൻ എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ ഇമാം ഇബ്നു ഖുദാമ, ഞാൻ വായിച്ചത് ഓർമ്മ ഇല്ല, അങ്ങനെയാണ് രേഖപ്പെടുത്തിയതാണ് ഹസൻ ബസ്രിയെ ഉദ്ധരിച്ചിട്ട്. ഞാനിവിടെ കൊണ്ടുവന്നത് എന്താണെന്ന് വെച്ചാൽ, മരണത്തോട് ഏറെ അടുത്ത ഒരു മനുഷ്യൻ, അയാളുടെ മനസ്സിൽ ഒരു വെമ്പൽ, എന്തിന്? ഖൽബ് അതിൽ പൂട്ടാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആലാൻ്റെ കയ്യിലാണ് അതിൻ്റെ മിഫ്താഹ്, അള്ളാഹു തുറക്കാൻ. അള്ളാഹു സുബ്ഹാനഹു വ തആല തുറന്നു. മരണാസന്നനായ മനുഷ്യൻ കലിമ ചൊല്ലി അയാൾ മരണപ്പെടുകയുണ്ടായി. ഇത് അള്ളാഹു സുബ്ഹാനഹു വ തആല അൽ ഫത്താഹ് എന്ന് പറയുമ്പോൾ അതിൻ്റെ ആശയം എന്ത് എന്ന് നമ്മൾ അറിയിക്കുന്നുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല തൗബ സ്വീകരിക്കുന്നവൻ, പശ്ചാത്താപം സ്വീകരിക്കുന്നവൻ, അതിന് തോന്നലുണ്ടാക്കുന്നവൻ, വഴി എളുപ്പമാക്കുന്നവൻ, തരപ്പെടുത്തുന്നവൻ, അത് അള്ളാഹു സുബ്ഹാനഹു വ തആല അടിയാറുകളിൽ നിന്ന് സ്വീകരിക്കുന്നവൻ. നമുക്കറിയാം, ഇമാം ബുഖാരി നിവേദനം ചെയ്യുന്ന വിശാലമായ ഹദീസിൽ നമ്മൾ എപ്പോഴും കേൾക്കാറുള്ളതാണ്, ഒരു വ്യക്തി 99 പേരെ കൊന്ന ചരിത്രം. ഹദീസിൻ്റെ ലഫ്ദിൽ കാണാം, സുമ്മ അറളത്ത് ലഹു തൗബ എന്നാണ്. 99 ആളെ കൊന്നിട്ട് അയാൾക്ക് തൗബ ചെയ്യാനുള്ളത് ബോധോദയം ഉണ്ടാകുകയാണ്. ആരാ ബോധോദയം ഉണ്ടാക്കണത്? ആ പാപങ്ങൾക്കൊക്കെ അപ്പുറം. അങ്ങനെ അയാൾ
ഭൂമിയിലെ ഏറ്റവും അറിവുള്ള ആളെക്കുറിച്ച് ചോദിക്കുകയാണ്. അപ്പോൾ അറിവുള്ള ആളല്ല കിട്ടിയത്, പിന്നെയോ ഒരു ആബിദിനെ കിട്ടിയത്. ആബിദും ആലിമും തമ്മിൽ വ്യത്യാസമുണ്ട്. എന്താ വ്യത്യാസം? ആബിദ് അള്ളാഹ്ക്ക് ഇബാദത്ത് എടുക്കുന്നവനായിരിക്കും, പക്ഷെ അറിവുണ്ടായിക്കൊള്ളുന്നില്ല. ആളുകൾ എന്ത് ചെയ്യുന്നറിയോ? ആബിദിനെ കണ്ടിട്ട് പലപ്പോഴും കെണിയിൽ വീഴും. എപ്പോഴും നിസ്കാരമാണ്, എപ്പോഴും നോമ്പാണ്. ആ മൂപ്പര് എല്ലാം ഉഷാറായിരിക്കും, എന്നിട്ട് മൂപ്പരോട് ഫത്വ വയ്ക്കും. ഫത്വ ജഹലായിരിക്കും. ആലിം അങ്ങനല്ല. ആലിമിനെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് അറിവുണ്ടാകും, ഇബാദത്ത് അത്ര തന്നെ ഉണ്ടായിക്കൊള്ളുന്നില്ല. അതുകൊണ്ട് തന്നെ അയാൾ ആളുകളെ വഴികേടിലാക്കൂല, അയാൾ അറിവ് പറയും. ആബിദിനോട് ചോദിച്ച്, ഞാൻ ഇങ്ങനെ കൊന്ന ആളാണ്, എനിക്ക് തൗബ ഉണ്ടാവും. അപ്പോൾ ആബിദ് പറഞ്ഞത് എന്താ? ബഅദ 99 നഫ്സ, 99 പേരെ കൊന്നിട്ട് ഇനി എനിക്ക് തൗബയോ? അങ്ങനെയാണ്. ഒരു പ്രതീക്ഷ അല്ല, ഒരു പ്രതീക്ഷ കൊടുക്കല്ല, പിന്നെയോ 99 പേരെ കൊന്നിട്ട് നിനക്ക് തൗബയോ? അതാണ് അയാളുടെ സ്വരം. അപ്പോൾ അയാളെയും കൊന്നു എന്നാണ്, 100 തയ്ച്ച്. പിന്നെയും ഹദീസിൽ കാണാം അയാൾക്ക് തൗബ ചെയ്യാനുള്ള ബോധോദയം. നോക്കി നിങ്ങൾ, അള്ളാഹുവിൻ്റെ റഹ്മത്ത്. അങ്ങനെയാണ് അദ്ദേഹം ഒരു ആലിമിനെ കണ്ടിട്ട് ആലിമിനോട് ചോദിക്കുന്നത്, എനിക്ക് തൗബ ഉണ്ടോന്ന്. 100 പേരെ കൊന്നിട്ടുണ്ട്, തൗബ ഉണ്ടോ? ഹദീസിൻ്റെ ലഫ്ദിൽ കാണാം, ഇബ്നു മാജയുടെ നിവേദനത്തിൽ, വമൻ യഹൂലു ബൈനക വബൈന തൗബ, വമൻ യഹൂലു ബൈനക വബൈന തൗബ. പാപിയായ ആ മനുഷ്യൻ, അയാളുടെയും തൗബയുടെയും ഇടയിൽ ആരാ മറയിടുക? അതായത് നിങ്ങൾക്ക് തൗബുണ്ട്, അള്ളാഹിൻ്റെ തൗബ നിങ്ങളെ തൊട്ട് തടുക്കുന്ന ഒന്നുമില്ല. ഇതാണ് അയാളിൽ ആ മനുഷ്യന് പ്രതീക്ഷ ഉണ്ടാക്കിയത്. മനസ്സിലല്ലേ? എന്താ? ഇബ്നു മാജയുടെ നിവേദനത്തിൽ കാണാം, അയാൾ മരിച്ച് ഇബ്ലീസ് പറഞ്ഞു എന്നാണ്, അന ഔലാ ബിഹി ഇന്നഹു ലം യഅസിനി സഅതൻ ഖത്ത്. അയാളുണ്ടല്ലോ മരിച്ച്. അത് ഹദീസിൻ്റെ ബാക്കി ഭാഗത്തിലുണ്ട്. ഇയാൾ തൗബ ചെയ്യാൻ തീരുമാനിച്ച് പണ്ഡിതൻ അയാളോട് പറഞ്ഞ്, നിങ്ങൾ ഇത് ഒരു ഹബീസായ നാടാണ്, മോശമായ നാടാണ്. സാലിഹത്തായ ഒരു നാടുണ്ട്, ഖറിയത്തുണ്ട്, ഗ്രാമം, അവിടേക്ക് നിങ്ങൾ പോയിക്കോളിയും, അവിടെ സാലിഹ്യങ്ങളോടൊപ്പം ജീവിച്ചോളിയും എന്നാണ്. അങ്ങനെ അയാൾ അവിടെ ജീവിക്കാൻ വേണ്ടി പോയപ്പോൾ അയാളുടെ വഴിയിൽ വെച്ചിട്ട് അയാൾ മരിക്കുകയാണ്. എല്ലാവർക്കും അറിയാം സംഭവം. ആ മരിച്ച വ്യക്തിയുടെ വിഷയത്തിൽ തർക്കായി. ഇബ്ലീസ് വന്നിട്ട് പറഞ്ഞു എന്നാണ്. അതാണ് ഇബ്നു മാജയുടെ നിവേദനത്തിലുള്ളത്, അന ഔലാ ബിഹി ഇന്നഹു ലം യഅസിനി സഅതൻ ഖത്ത്. ഈ മരിച്ച മനുഷ്യനെ കൊണ്ടുപോകാൻ ഞാനാണ് അർഹൻ, ഇബ്ലീസ് പറയാണ്. കാരണം എന്താ? ഇന്നഹു ലം യഅസിനി സഅതൻ ഖത്ത്, ഒരു സമയം പോലും അയാൾ എന്നെ ധിക്കരിച്ചിട്ടില്ല എന്നാണ്. ആരെ ധിക്കരിച്ചിട്ടില്ല എന്ന്? ഇബ്ലീസിനെ ധിക്കരിച്ചിട്ടില്ല. അപ്പോൾ ഇബ്ലീസിൻ്റെ ശൈത്താനിയത്ത് ഉണ്ടല്ലോ, ആ വഹയ്, അത് മുഴുവൻ കേട്ടിട്ട് തെറ്റ് ചെയ്ത് ജീവിച്ച ആളാണ് ഈ മനുഷ്യൻ എന്നാണ് ആ പ്രയോഗത്തിലുള്ളത്. പക്ഷേ അള്ളാഹുവിൻ്റെ റഹ്മത്തിൻ്റെ മലക്കുകൾ അള്ളാഹുവിൻ്റെ റഹ്മത്തിലേക്ക് അയാളെ നയിച്ചു എന്നാണ് ഹദീസിൻ്റെ ലഫ്ദിലുള്ളത്. കാരണം എന്താ? അയാൾ പശ്ചാത്തപിച്ചു, ജീവിക്കാൻ തീരുമാനിച്ചു എന്നുള്ളതാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല തവ്വാബ് എന്ന് പറയുമ്പോൾ അതിൻ്റെ ആശയം അള്ളാഹു പശ്ചാത്താപം സ്വീകരിക്കും, പശ്ചാത്തപിക്കുവാൻ അള്ളാഹു സുബ്ഹാനഹു വ തആല അവസരമേകും, അതിന് പ്രേരണയും പ്രോത്സാഹനവും നൽകും. തൗബ അള്ളാഹു സുബ്ഹാനഹു വ തആല മതപരമായ കർമ്മമായി നിശ്ചയിച്ചു. നബിയുനാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ലല്ലാഹു അശദ്ദു ഫറഹൻ ബിതൗബതി അബ്ദിഹി ഹീന യതൂബു ഇലൈഹി. അള്ളാഹുവിലേക്ക് തൗബ ചെയ്ത് മടങ്ങുമ്പോൾ അള്ളാഹു ദാസൻ്റെ വിഷയത്തിൽ ഏറെ സന്തോഷത്തിലാണെന്നാണ്. ലല്ലാഹ് അശദ്ദു ഫറഹൻ എന്നാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല ഏറെ സന്തോഷം. എപ്പോൾ? ബിതൗബതി അബ്ദിഹി ഹീന യതൂബു ഇലൈഹി. അള്ളാഹുവിലേക്ക് ദാസൻ തൗബ ചെയ്ത് മടങ്ങും. അപ്പോൾ ഒരു ദാസൻ അള്ളാഹുവിലേക്ക് തൗബ ചെയ്ത് മടങ്ങുമ്പോൾ അള്ളാഹു ഏറെ ഇഷ്ടമുള്ളവനാണ് എന്നാണ് ഹദീസിലുള്ളത്. ഏതിനേക്കാൾ ഇഷ്ടം എന്നും പറയുന്നുണ്ട്. മനസ്സിലായേ? ഒരു വഴിപോക്കൻ യാത്രയിൽ അയാളുടെ ഭക്ഷണ സാധനങ്ങളും യാത്രാ സാമഗ്രികളൊക്കെ തൻ്റെ ഒട്ടകപ്പുറത്താണ്. അങ്ങനെ അയാൾ ഒട്ടകപ്പുറത്ത് തൻ്റെ യാത്രാ സാമഗ്രികളും ഭക്ഷണ പാനീയങ്ങളൊക്കെ വെച്ച് ഒട്ടകത്തിൽ നിന്ന് ഇറങ്ങിയിട്ട് വിശ്രമിക്കുകയാണ് മരത്തിന് ചുവട്ടിൽ. ഉറക്കം നോക്കിയപ്പോഴത്തേക്ക് ഒട്ടകം അതിൻ്റെ പാട്ടിന് വയ്ക്കണം. ഭക്ഷണമല്ല, പാനീയമല്ല, യാത്രാ വിഭവങ്ങളൊന്നുമില്ല. എത്ര പ്രയാസം ഉണ്ടാവും അയാൾക്ക്. ഇച്ഛാഭംഗപ്പെട്ട് നിരാശപ്പെട്ട ആ മനുഷ്യൻ വീണ്ടും വൃക്ഷത്തിന് ചുവട്ടിൽ കിടക്കുകയാണ്.
ഒരു പ്രതീക്ഷയില്ല. പിന്നെ ഉറക്കണം നോക്കുമ്പോൾ തൻ്റെ ഒട്ടകം തൻ്റെ അടുത്തുണ്ട്. നബിയുന മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, ആ ഒട്ടകത്തെ തൻ്റെ കൺമുമ്പിൽ കാണുമ്പോൾ തൻ്റെ പാതേയവും അതേപോലെ യാത്രാ സാമഗ്രികളൊക്കെ തൻ്റെ മുന്നിൽ കാണുന്ന ആ മനുഷ്യന് എത്ര ഇഷ്ടമുണ്ടാകും, എത്ര സന്തോഷം ഉണ്ടാകും. അതിനേക്കാൾ അള്ളാഹ്ക്ക് ഇഷ്ടമുണ്ടാകും ഒരു ദാസൻ തൗബ ചെയ്യുമ്പോൾ എന്നാണ്. ഇത് എങ്ങനെ മനസ്സിലാക്കേണ്ടത്? നമ്മൾ തൗബ ചെയ്യുമ്പോൾ അള്ളാഹ്ക്ക് നമ്മളോടുള്ള ഇഷ്ടം നമ്മൾ മനസ്സിൽ കണ്ടിട്ടാണ് ഇത് മനസ്സിലാക്കേണ്ടത്. നമ്മൾ തൗബ ചെയ്യുമ്പോൾ എന്ന് പറഞ്ഞാൽ നമുക്ക് എത്ര കുറ്റങ്ങളുണ്ട്, വാക്കായി പ്രവൃത്തിയായി മനസ്സിൻ്റെ വിചാരമായി നമുക്ക് എത്ര തെറ്റുകളുണ്ട്. നമ്മളുടെ രാവുകൾ പകലുകൾ, നമ്മളുടെ നിഗൂഢതകൾ, അതേപോലെ തന്നെ ആളൊഴിഞ്ഞ വേദിയിൽ അരങ്ങത്ത് നമ്മളുടെ ദുഷ്ടചെയ്തികൾ എത്രയാണ്. ഓരോരുത്തർക്കും തങ്ങളുടേത് ആലോചിക്കാവുന്നതാണ്. ആൾക്കൂട്ടത്തിലുള്ളപ്പോൾ അതുപോലെ എല്ലാം ആളൊഴിഞ്ഞപ്പോൾ നമ്മളുടെ അവസ്ഥ, ഏകാന്തതയിൽ നമ്മൾ തനിച്ചായപ്പോൾ കണ്ടത് കേട്ടത് ചെയ്തത് എത്ര, അത് നമ്മൾ എണ്ണാണ്. ആരുടെ മുമ്പിൽ എണ്ണാണ്? അള്ളാഹിൻ്റെ മുമ്പിൽ എണ്ണാണ്. എന്നിട്ട് നമ്മൾ അള്ളാഹുവിനോട് അതിനെക്കുറിച്ച് സങ്കടപ്പെടുകയാണ്. അതാണ് അബൂഉ ലക ബിനിഅമതിക അലയ്യ വ അബൂഉ ബിദംബി. അള്ളാഹു എൻ്റെ മേലുള്ള നിൻ്റെ അനുഗ്രഹങ്ങളെ ഞാനിതാ നിനക്ക് സമ്മതിക്കുന്നു, എൻ്റെ തെറ്റുകളും ഞാനിതാ സമ്മതിക്കുന്നു. അത് അള്ളാഹിനോട് അള്ളാഹിൻ്റെ മുമ്പിൽ നമ്മൾ സമ്മതിക്കണം. നമ്മളുടെ രാത്രിയിലെ സുജൂദിൽ, നമ്മളുടെ ദുആക്ക് ജവാബുള്ള സമയങ്ങളിൽ, അള്ളാഹുവേ ഇന്നയിടത്ത് ഇന്ന തെറ്റ് ഞാൻ ചെയ്തിട്ടുണ്ട്, ഇന്നോലോട് ഇന്ന തെറ്റ് ഞാൻ ചെയ്തിട്ടുണ്ട്, ഇന്ന തെറ്റ് ഞാൻ കണ്ടിട്ടുണ്ട്, ഇന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, ഇന്നത് ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞ് അള്ളാഹുവിന് മുമ്പിൽ നമ്മൾ എണ്ണീട്ട് നമ്മൾ അള്ളാഹിനോട് പറയുന്നത് എന്താ? അള്ളാഹുവേ നീ ഇത് എനിക്ക് പൊറുക്കണേ, ഞാനതിൽ നിന്ന് ഖേദിച്ച് മടങ്ങിയിരിക്കുന്നു, എൻ്റെ ഈ ഖേദപ്രകടനം നീ സ്വീകരിക്കണമേ. അള്ളാഹുവേ ഇനി ഞാൻ തെറ്റിലേക്കില്ല, തെറ്റുകുറ്റങ്ങളെ നീ എനിക്ക് വെറുപ്പുള്ളതാക്കി തരണമേ. വകിർരിഹ് ഇലയ്യൽ കുഫ്ര വൽ ഫുസൂഖ വൽ ഇസ്യാൻ. കുഫ്ർ, അധർമ്മം, ധിക്കാരം, ഇതൊക്കെ നീ എനിക്ക് വെറുപ്പുളവാക്കണമേ എന്ന് പറഞ്ഞ് അള്ളാഹുവിനോട് നമ്മളിത് എണ്ണീട്ട് നമ്മൾ പശ്ചാത്തപിക്കുമ്പോൾ അള്ളാഹ്ക്ക് നമ്മളോട് ഏറെ ഇഷ്ടമാണ്. അതാണ് ലല്ലാഹ് അശദ്ദു ഫറഹൻ, അള്ളാഹ്ക്ക് അതിതീവ്രമായ ഇഷ്ടമാണ് എന്നാണ്. അപ്പോൾ ആ ഇഷ്ടം നമ്മൾ മനസ്സിൽ ഓർത്ത് തന്നെ വേണം നമ്മളുടെ തെറ്റുകുറ്റങ്ങൾ അള്ളാഹിനോട് എണ്ണാൻ. നമ്മളുടെ തെറ്റുകുറ്റങ്ങൾ നമ്മൾ അള്ളാഹു സുബ്ഹാനഹു വ തആലയോട് എണ്ണുവാൻ. അള്ളാഹു സുബ്ഹാനഹു വ തആല തവ്വാബ് എന്ന് പറയുമ്പോൾ നബിയുന മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, ഇന്നല്ലാഹ അസ്സ വജൽ യബ്സുതു യദഹു ബില്ലൈൽ ലിയതൂബ മുസീഉൻ നഹാർ വയബ്സുതു യദഹു ബിന്നഹാർ ലിയതൂബ മുസീഉൽ ലൈൽ ഹത്താ തത്ലുഅ അശംസു മിൻ മഗ്രിബിഹാ. അള്ളാഹു തൻ്റെ കൈ നിവർത്തും എപ്പോൾ? രാവിൽ അള്ളാഹു തൻ്റെ കൈ നിവർത്തും. എന്തിന്? ലിയതൂബ മുസീഉൻ നഹാർ, പകലിൽ തെറ്റ് ചെയ്തവൻ അള്ളാഹുവിലേക്ക് തൗബ ചെയ്ത് മടങ്ങാൻ വേണ്ടി. അപ്പം അവരെ സ്വീകരിക്കാൻ, പാപിയെ സ്വീകരിക്കാൻ അള്ളാഹു കൈ നീട്ടും. അപ്പോൾ നോക്കൂ നിങ്ങൾ, അള്ളാഹു തവ്വാബ് എന്ന് പറയുമ്പോൾ പകലിലെ കുറ്റവാളി, ഇരുളിൻ്റെ മറവിൽ പശ്ചാത്തപിക്കാൻ വേണ്ടിയിട്ട് അള്ളാഹു കൈ നീട്ടും. അതേപോലെ ഇരുളിൻ്റെ മറവിൽ തെറ്റുകുറ്റങ്ങൾ ചെയ്തവൻ പകലിൻ്റെ നിറവിൽ തൗബ ചെയ്ത് മടങ്ങാൻ അള്ളാഹു പകലിലും കൈ നീട്ടും. അപ്പം അള്ളാഹു സുബ്ഹാനഹു വ തആല സദാ ദാസന്മാർ പശ്ചാത്തപിച്ച് മടങ്ങുന്നത് അവരെ സ്വീകരിക്കാൻ അള്ളാഹു കൈ നീട്ടി കാത്തിരിക്കുന്നവനാണ്. അതാണ് തവ്വാബ് എന്ന് പറയുന്നത്. വഹുവല്ലദീ യഖ്ബലു തൗബത അൻ ഇബാദിഹി വയഅഫു അനി സയ്യിആത്ത്. ദാസന്മാരിൽ നിന്ന് പശ്ചാത്താപം സ്വീകരിക്കുന്നവനാകുന്നു അള്ളാഹു, ദുഷ്കൃത്യങ്ങൾക്ക് മാപ്പരുളുന്നവനുമാകുന്നു അള്ളാഹു സുബ്ഹാനഹു വ തആല. അപ്പോൾ യഖ്ബലു തൗബ കബൂലാക്കും. അതാണ് തവ്വാബ്. അത് കബൂലാക്കാൻ വേണ്ടി സദാ കൈനീട്ടി കാത്തിരിക്കും. അതാണ് തവ്വാബായ അള്ളാഹു സുബ്ഹാനഹു വ തആല. പക്ഷേ ഇങ്ങനെ റബ്ബുണ്ട് എന്നുള്ള ബോധ്യവും ബോധവും അത് നമുക്കുണ്ടാകണം. തെറ്റുകുറ്റങ്ങൾ അതിലാറാടി തിമിർത്താടി നമ്മൾ ദുന്യവി ജീവിതം കഴിച്ചു കൂട്ടിയിട്ടുണ്ട് എങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ഇന്നൽ അബ്ദ ഇദാ അഖ്തഅ ഖതീഅതൻ നുകിതത് ഫീ ഖൽബിഹി നുക്തത്തുൻ സൗദാ.
ഒരു ദാസൻ ഒരു തെറ്റ് ചെയ്താൽ അവൻ്റെ കൽബിൽ കറുത്ത ഒരു പുള്ളി വീഴും, കറുത്തൊരു കുത്ത്. ഫൈദാ ഹുവ നസഅ വസ്തഗ്ഫറ വതാബ സുഖില ഖൽബുഹു. തെറ്റിൽ നിന്ന് വിടവാങ്ങി അസ്തഗ്ഫിറുല്ലാഹ് എന്ന് പറഞ്ഞ് തൗബ ചെയ്താൽ അവൻ്റെ ഹൃദയം സ്ഫുടം ചെയ്യപ്പെടും. വൈദാ ആദ സീദ ഫീഹാ ഹത്താ തഅലുവ ഖൽബുഹു. തെറ്റ് ചെയ്ത് മടക്കല്ല, പിന്നെയും തെറ്റ്. എന്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്? സീദ ഫീഹ, കൽബിൽ കറുത്ത കുത്ത് കൂടും, എണ്ണം കൂടും. ഹത്താ തഅലുവ ഖൽബഹു, ആ കറുത്ത കുത്ത് അത് ഹൃദയത്തെ മൂടും, പൊതിയും. അല്ലാഹ് പറഞ്ഞില്ലേ, കല്ലാ ബൽ റാന അലാ ഖുലൂബിഹിം മാ കാനൂ യക്സിബൂൻ. ആളുകൾ ചെയ്ത തെറ്റുകുറ്റങ്ങൾ അവരുടെ കൽബിൽ കറുപ്പ് വീഴ്ത്തിയിരിക്കാൻ അറിയില്ലേ? അതാണ് സംഭവിക്കുക. തെറ്റ് വന്നു എന്നൊരു ബോധവും അതിലൊരു പശ്ചാത്താപം ഉണ്ടാകണം. അതില്ല എങ്കിൽ തെറ്റുകളിൽ തന്നെ തുടർന്നാൽ കൽബ് കറുക്കും. കൽബ് കറുത്താൽ പിന്നെ ആ കൽബ് എന്തിനാ പറ്റുക? അപ്പോൾ കൽബ് സ്ഫുടം ചെയ്യപ്പെടണം. അതിനുള്ള ഒരു അവസരമാണ് നമുക്കെന്ത്? തൗബ. അതിനുള്ള അവസരമാണ് തൗബ. ദീനിൽ നമുക്ക് തെറ്റുകൾ പോകാൻ തൗബയുണ്ട്, ഇസ്തിഗ്ഫാറുണ്ട്. തെറ്റിനപ്പുറം സൽപ്രവർത്തികളുമുണ്ട്. തൗബയുണ്ട്, ഇസ്തിഗ്ഫാറുണ്ട്. തെറ്റിനപ്പുറം നമുക്ക് എന്തുണ്ട്? തൗബയുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗബ നിശ്ചയിച്ചിട്ടുണ്ട്. ഇതേപോലെ നമുക്ക് മുസീബത്ത് ഏറ്റിട്ടുണ്ടെങ്കിൽ ആ മുസീബത്തിലൂടെ വിശ്വാസിയാണ് എങ്കിൽ തെറ്റുകൾക്ക് മാപ്പാണ്, വീഴ്ചകൾ പൊറുക്കപ്പെടും. അന്ത്യനാളായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വിശ്വാസികൾക്ക് അവർ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല തൃപ്തിപ്പെട്ട ദാസരാണ് എങ്കിൽ ശുപാർശകന്മാരുടെ ശഫാഅത്ത് ഉണ്ടാവും, മേലായ റബ്ബ് സുബ്ഹാനഹു വ തആലാന്റെ റഹ്മത്തും ഉണ്ടാവും. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ തെറ്റുകൾ മായാൻ, കുറ്റങ്ങൾ പൊറുക്കപ്പെടാൻ ഇങ്ങനെ കുറേ വസീലകൾ നിശ്ചയിച്ചിട്ടുണ്ട്. പക്ഷേ വിശ്വാസികൾ എന്ത് വേണം? ഈ വസീലകളെ അറിഞ്ഞിട്ട് നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ ചെയ്യണം, അല്ലേ? നമ്മളുടെ അധീനതയിൽപ്പെട്ടതാണ് തെറ്റിനപ്പുറം അസ്തഗ്ഫിറുല്ലാഹ്, ഇസ്തിഗ്ഫാർ നടത്തൽ. നമ്മളുടെ കഴിവിൽപ്പെട്ടതാണ് തെറ്റിനപ്പുറം തൗബ ചെയ്യുക എന്നുള്ളത്. പശ്ചാത്തപിച്ച് ഖേദിച്ച് മടങ്ങിയിട്ട് ഇനി തെറ്റിലേക്കില്ല എന്നുള്ളത് അള്ളാഹിനോട് ഉറപ്പിക്കൽ. നമ്മളുടെ കഴിവിൽപ്പെട്ടതാണ് തെറ്റിനപ്പുറം നന്മ ചെയ്യൽ. ഇന്നൽ ഹസനാത്ത് യുദ്ഹിബ്ന ബിസയ്യിആത്ത്. സൽപ്രവർത്തികൾ ദുശ്ചെയ്തികളെ പോക്കും. അപ്പം നോക്കൂ നിങ്ങൾ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഏകിയ അവസരങ്ങൾ. ഒരു തെറ്റ് വന്നു പോയിട്ടെങ്കിൽ മനുഷ്യ സഹജാണ്. മൻ മിന്ന മാ സഅഖത്ത് വമൻ ലഹുൽ ഹുസ്ന ഫഖത്ത്. നമ്മളിൽ ആരാ ഒരു തെറ്റും ചെയ്യാത്തത്? ആർക്കാ നമ്മളിൽ നന്മ മാത്രമുള്ളത്? അതാണ് അതിൻ്റെ അർത്ഥം. മൻ മിന്ന മാ സഅഖത്ത് വമൻ ലഹുൽ ഹുസ്ന ഫഖത്ത്. എല്ലാവർക്കും തെറ്റുണ്ട്. പക്ഷേ അല്ലാഹു ഇസ്തിഗ്ഫാർ, തൗബ, പിന്നെ നന്മക്കപ്പുറം തിന്മക്കപ്പുറം നന്മ ചെയ്തിട്ട് ഈ തിന്മയെ മായ്ക്കാൻ അവസരം അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകി. പിന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് രോഗങ്ങൾ, പരീക്ഷണങ്ങളൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ തെറ്റുകൾ പുറത്ത് നമ്മളെ സ്ഫുടം ചെയ്യാനും കഴുകാനുമാണ്. അൽഹംദുലില്ലാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു അറാബിയ രോഗം കാണാൻ പോയി. എന്താ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്? നിങ്ങൾ അയാൾക്ക് പനിയാണ്, പനി പിടിച്ച് ഇങ്ങനെ വിറച്ച് കത്തുകയാണ് അയാൾ. അപ്പോൾ റസൂലുള്ളാഹി പറയണം, ലാ തസുബ്ബുൽ ഹമ്മ, പനിയെ നിങ്ങൾ ചീത്ത പറയണ്ട. ലാ ബഅസ് തഹൂറുൻ ഇൻഷാ അല്ലാഹ്. എന്താ ലാ ബഅസ്? രോഗിയാണ്, രോഗിനോട് പറയണം ലാ ബഅസ്. ഇതൊരു കുഴപ്പമല്ല, ഇതൊരു ഖൈറാണ്. തഹൂറുൻ ഇൻഷാ അല്ലാഹ്. എന്താ തഹൂറുൻ ഇൻഷാ അല്ലാഹ്? അള്ളാഹു അവൻ്റെ വേണ്ടുകയുണ്ടെങ്കിൽ ഇത് പാപങ്ങൾക്ക് പരിശുദ്ധിയാണ്, തെറ്റിൽ നിന്ന് മോക്ഷവും മോചനവുമാണ്. അപ്പോൾ രോഗം വന്നാൽ ആ രോഗത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യനെ സ്ഫുടം ചെയ്യാണ്, അവനെ കഴുകി ശുദ്ധീകരിക്കുകയാണ്. ആത്മീയമായി അവനിലുള്ള കറകൾ പോക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെ കഴുകുകയാണ്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞില്ലേ, ഒരു ദാസനെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇഷ്ടപ്പെട്ടാൽ രോഗം കൊണ്ട് ആ ദാസനെ അല്ലാഹു പരീക്ഷിക്കുന്നതാണ്. രോഗം കൊണ്ട് ആ ദാസനെ അല്ലാഹു പരീക്ഷിക്കും. രോഗത്തിലൂടെ ആ ദാസൻ
അവൻ്റെ ആ വേദനയുടെ രോഗത്തിൻ്റെ നാളുകൾ അഖിലവും എന്താണ്? അവൻ്റെ പാപങ്ങൾക്ക് പരിഹാരമാണ്, ശുദ്ധീകരണമാണ്. പിന്നെ അവന് നന്മകൾ രേഖപ്പെടുത്തുകയാണ്. അതൊരു മുള്ളു കുത്തിയാൽ വരെ. അപ്പോൾ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളുണ്ട് തെറ്റിനപ്പുറം. അതാ പറഞ്ഞത് തൗബ, ഇസ്തിഗ്ഫാർ, സൽപ്രവർത്തികൾ. ചിലത് അള്ളാഹുവിൽ നിന്നുള്ള അരുൾപ്പാടാണ്. വിധിയായിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല രോഗവും മറ്റവും തന്നിട്ടുണ്ടെങ്കിൽ അത് നമ്മളുടെ രോഗം, തെറ്റുകൾ കഴുകാനും തെറ്റുകൾ മായാനും കരണീയാണ്. പിന്നെ ശുപാർശയാണ്, അത് ഷഫാഅത്ത്. പാപികളായ വിശ്വാസികൾക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല അവരെ അനുഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ, പ്രീതിപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി ഷഫാഅത്ത് പറയാൻ അള്ളാഹു നബിമാരെ അതേപോലെ സാലിഹീങ്ങളൊക്കെ നിശ്ചയിക്കും. അങ്ങനെ അവരുടെ ഷഫാഅത്തിൽ ആ ഷഫാഅത്ത് അള്ളാഹു സുബ്ഹാനഹു വ തആല കബൂലാക്കിയിട്ട് ചിലർക്ക് അള്ളാഹു രക്ഷ നൽകും. അവരുടെ തെറ്റുകൾ, കുറ്റങ്ങൾ അള്ളാഹു സുബ്ഹാനഹു വ തആല മാപ്പാക്കും, പൊറുക്കും. എല്ലാത്തിനും അപ്പുറം അള്ളാഹുവിൻ്റെ റഹ്മത്തുണ്ട്. ആ റഹ്മത്ത് അള്ളാഹു ആർക്കാരുള്ള? അള്ളാഹുവിൽ വിശ്വസിച്ച് അംഗീകരിച്ച മുവഹിദുകളായ ഏകദൈവ വിശ്വാസികളായ ആളുകൾ. അവരിൽ നിന്ന് തെറ്റുകുറ്റങ്ങൾ വന്നിട്ടുണ്ട് എങ്കിൽ അള്ളാഹുവിൻ്റെ റഹ്മത്ത് അവരുടെ നേരെ ഉണ്ടാവുകയുമാണ് എങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല അവർക്കും പൊറുക്കും. അതിൻ്റെ അർത്ഥം എല്ലാ തെറ്റ് ചെയ്തവർക്കും അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ റഹ്മത്ത് കൊടുത്തിട്ട് മാപ്പാക്കും എന്നുള്ളതല്ല. അത് കിട്ടിയാൽ ഭാഗ്യം. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. പക്ഷേ അള്ളാഹിൻ്റെ റഹ്മത്തിനാൽ പൊറുക്കപ്പെടാതെ നരകത്തിൽ കത്തുന്ന ആളുകളുണ്ട്, അല്ലേ? ജഹന്നമിയൂൻ എന്ന് പറഞ്ഞൊരു ടീമുണ്ട്. ജഹന്നമിയൂൻ. ആരാ ജഹന്നമിയൂൻ? ജഹന്നം എന്ന് പറഞ്ഞാൽ നരകാണ്. ജഹന്നമിയൂൻ എന്ന് പറഞ്ഞാൽ ആ നരകത്തിൽ വീണ് നീച്ചു വന്ന ആളുകളാണ്. ചിലർ അവരുടെ വിശ്വാസികളാണ്, ഏകദൈവ വിശ്വാസികൾ, തൗഹീദുള്ളവർ. പക്ഷെ അവരിൽ നിന്ന് കുറേ തെറ്റുകൾ വന്നു, കുറ്റങ്ങൾ വന്നു. അങ്ങനെ അള്ളാഹു സുബ്ഹാനഹു വ തആല അവരെന്ത് ചെയ്യും? വിചാരണക്കപ്പുറം നരകത്തിലിടും. എന്നിട്ട് അവരെ നരകത്തിൽ നിന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല പുറത്തെടുക്കും. മാ ഉൽ ഹയാത്ത് അവരിൽ തെളിക്കും, അവർ കരിഞ്ഞിരിക്കും. അവരുടെ മുഖത്തിൻ്റെ ഈ ദാറാത്ത്, ഈ റൗണ്ട് ഉണ്ടല്ലോ, അതൊഴിച്ച് ബാക്കിയൊക്കെ കരിഞ്ഞിരിക്കും എന്നൊക്കെ ഹദീസിൽ കാണാം. എന്നിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല അവരെ സ്വർഗത്തിലാക്കും. നരകത്തിൽ കത്തി അതിൽ നിന്ന് മോചിപ്പിക്കപ്പെട്ട് പിന്നെ സ്വർഗത്തിലേക്ക് പോകുന്ന ആളുകളാണ് ആര്? ജഹന്നമിയൂൻ. അത് അള്ളാഹുവിൻ്റെ ഫضൽ, ഔദാര്യം, റഹ്മത്ത്. അങ്ങനെ തെറ്റുകൾ പൊറുക്കപ്പെടുന്ന അവസ്ഥ ഉണ്ട്. നമ്മളുടെ നിയ്യത്തോടുകൂടി, നമ്മളുടെ പ്രവൃത്തിയോടുകൂടി തെറ്റുകൾക്ക് മോക്ഷവും രക്ഷയുണ്ട്. അതാണെന്ത്? തൗബയും ഇസ്തിഗ്ഫാറും അതേപോലെ തെറ്റുകൾക്കപ്പുറം നമ്മൾ ചെയ്യുന്നതായ സൽപ്രവൃത്തികളും. അള്ളാഹു സുബ്ഹാനഹു വ തആല തവ്വാബ് എന്ന് പറയുമ്പോൾ അള്ളാഹു തെറ്റുകൾക്കപ്പുറം നമുക്ക് പശ്ചാത്തപിച്ച് മടങ്ങുവാൻ തൗബ ശറആക്കി, തൗബക്ക് നമ്മളോട് കൽപ്പിച്ചു, തൗബക്ക് നമ്മളെ പ്രേരിപ്പിച്ചു. തൗബ ചെയ്യാൻ ദാസന്മാർക്ക് അള്ളാഹു ഉദവിയും എളുപ്പവും ഏകി. അങ്ങനെയുള്ള അള്ളാഹു ആകുന്നു, തൗബ കബൂലാക്കുന്ന അള്ളാഹു ആകുന്നു അത്തവ്വാബായ അള്ളാഹു സുബ്ഹാനഹു വ തആല എന്നുള്ളതാണ്. അപ്പോൾ ഇതൊക്കെ നമ്മൾ കേൾക്കുമ്പോൾ നമ്മളെയാണ് മനസ്സിലാക്കേണ്ടത്. ഒരു ദിവസം നമ്മൾ തൗബ ചെയ്യുന്നുവെങ്കിൽ, കഅബ് ഇബ്നു മാലിക് റളിയല്ലാഹു തആല അൻഹുവിൻ്റെ തൗബയെക്കുറിച്ച് പറയുന്ന ഹദീസിൽ കാണാം. അത് നമ്മളതിൽ കോലപ്പെടുത്തണം. കഅബ് ഇബ്നു മാലിക് അറിയാം എന്താ അദ്ദേഹത്തിൻ്റെ പ്രത്യേകത. കഅബ് ഇബ്നു മാലിക്കും കൂട്ടരും തബൂക്ക് യുദ്ധത്തിൽ നിന്ന് പിന്തി, കപട വിശ്വാസികളുടെ കെണിയിൽ കൂട്ടത്തിൽ കൂടിയിട്ട് അവരെന്ത് ചെയ്തു? തബൂക്കിലേക്ക് പോകാതെ അവർ പിന്തി നിന്ന്. ആ സംഭവം അവർക്ക് നേരെ നിസ്സഹകരണം ഏർപ്പെടുത്തപ്പെട്ടു. അങ്ങനെ ചടുലമായ പരീക്ഷണത്തിൽ കഅബ് ഇബ്നു മാലിക്കും കൂട്ടരും. എന്നിട്ട് അവർ മനസ്സറിഞ്ഞ് തൗബ ചെയ്ത് മടങ്ങിയ ആ ചരിത്രത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കഅബ് ഇബ്നു മാലിക്കിനോട് പറയുകയാണ്, അബ്ശിർ ബിഖൈരി യൗമിൻ മർറ അലൈക മുൻദു വലദത്ക ഉമ്മുക്. കഅബിനോട് പറയാണ് റസൂലുള്ളാഹ്, അബ്ശിർ ബിഖൈരി യൗമിൻ മർറ അലൈക മുൻദു വലദത്ക ഉമ്മുക്. കഅബേ, നിങ്ങളുടെ ഉമ്മ പ്രസവിച്ച ദിവസം മുതൽ നിങ്ങൾ കുറേ നാളുകളെ പിന്നിട്ടിട്ടാണ് ഇവിടെ എത്തിയത്. ഇന്ന് ഈ ദിവസം ഉമ്മ പ്രസവിച്ചിട്ട് നാളുകൾ പിന്നിട്ട്, വർഷങ്ങളൊക്കെ പിന്നിട്ടിട്ടാണ് നിങ്ങൾ ഇവിടെ ഇന്ന് എത്തിയിട്ടുള്ളത്. ഈ ദിവസം നിങ്ങളുടെ കഴിഞ്ഞ ഗതകാലങ്ങളെ അപേക്ഷിച്ച് ഏറ്റവും ഉത്തമമായ ദിവസമാണ് എന്നാണ് റസൂലുള്ളാഹി പറഞ്ഞത്. ഏറ്റവും നല്ല ദിവസം ഏതാ? നല്ല ദിവസം അള്ളാഹു അദ്ദേഹത്തിൻ്റെ തൗബ സ്വീകരിച്ച ദിവസം. അള്ളാഹു അദ്ദേഹത്തിൻ്റെ
തൗബ സ്വീകരിച്ച ദിവസം. അപ്പം നമ്മളും ഇവിടെ നമ്മളുടെ ഗതകാലങ്ങളുടെ കുറവുകൾ, വീഴ്ചകൾ, തെറ്റുകൾ, സ്ഖലിതങ്ങൾ, ഇതിൽ നിന്ന് അള്ളാഹുവിനോട് തൗബ ചെയ്ത് നമുക്കൊരു രാവിൻ്റെ നിറവിലൊരു സുജൂദ് ഉണ്ടായിട്ടുണ്ട് എങ്കിൽ അതും തൗബ കൃത്യമായിരിക്കണം. കാക്കത്തൗബ ആകാൻ പാടില്ല. കാക്കത്തൗബ പറഞ്ഞിട്ടൊന്നില്ലേ, കാക്ക വിസർജ്യം കൊത്തും, പിന്നെ വൃത്തിയാക്കും, പിന്നെ അപ്പുറത്ത് കണ്ട അതും പോയി കൊത്തും, പിന്നെയും വൃത്തിയാക്കും. ഇങ്ങനെ അതാണ് കാക്കത്തൗബ. അതേപോലെ ചില ആളുകൾ തെറ്റിൽ നിന്ന് പിന്നെ തൗബ, തെറ്റ് പിന്നെയും തൗബ, അങ്ങനെയല്ല. പിന്നെയോ മനസ്താപത്തിൽ മനസ്സറിഞ്ഞിട്ടുള്ള തൗബയാണ്. ആയിഷ റളിയല്ലാഹു തആലയോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ് അവർ അപവാദ പ്രചരണത്തിൻ്റെ വിഷയത്തിൽ, ആയിഷ, ചില വാർത്തകൾ എൻ്റെ കാതിലെത്തി, നിങ്ങൾ നിരപരാധിയാണ് എങ്കിൽ അള്ളാഹു നിങ്ങളുടെ നിരപരാധിത്വം തെളിയിക്കും. നിങ്ങളടുത്ത് വല്ല തെറ്റും വന്നു പോയിട്ടുണ്ട് എങ്കിൽ ഫസ്തഗ്ഫിരില്ലാഹ വതൂബി ഇലൈഹി, ആയിഷ നിങ്ങൾ അള്ളാഹിനോട് ഇസ്തിഗ്ഫാർ നടത്തിക്കോളിയും, അള്ളാഹുവിലേക്ക് തൗബ ചെയ്തോളിയും. ഫഇന്നൽ അബ്ദ ഇദാ തറഫ ബിദംബിഹി സുമ്മ താബ താബ അല്ലാഹു അലൈഹി. ഒരു ദാസൻ വല്ല തെറ്റും ചെയ്തിട്ട് അള്ളാഹുവിലേക്ക് ഖേദിച്ച് മടങ്ങുകയാണ് എങ്കിൽ, അത് അംഗീകരിച്ചിട്ട് ഖേദിച്ച് മടങ്ങുകയാണെങ്കിൽ, തെറ്റ് അംഗീകരിച്ച് ഖേദിച്ച് മടങ്ങുകയാണെങ്കിൽ അള്ളാഹു തൗബ സ്വീകരിക്കും. ഒരു ദാസൻ തൻ്റെ തെറ്റ് സമ്മതിച്ചുകൊണ്ട് അള്ളാഹുവിലേക്ക് ഖേദിച്ച് മടങ്ങിയിട്ടുണ്ടെങ്കിൽ അള്ളാഹു തൗബ സ്വീകരിക്കും എന്ന് നബിയുന മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആരോട് പറയാണ്? ഉമ്മുൽ മുഅ്മിനീൻ ആയിഷ റളിയല്ലാഹു തആലയോട് പറയുന്നത്. ആയിഷ റളിയല്ലാഹുവിനെ പരിശുദ്ധയാണ്, പവിത്രയാണ്, പതിവ്രതയാണ്. അവർ തെറ്റ് ആലോചിച്ചിട്ടില്ല, പിന്നെ തെറ്റ് ചെയ്യൽ. പക്ഷെ എന്നാലും നബിയുന മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെ പറഞ്ഞൊരു കാര്യമുണ്ട്. അതെന്താ? ആയിഷ, ഒരു ദാസൻ തൻ്റെ തെറ്റ് സമ്മതിക്കുകയും എന്നിട്ട് അള്ളാഹുവിലേക്ക് ഖേദിച്ച് മടങ്ങുകയും ചെയ്താൽ അള്ളാഹു അവൻ്റെ തൗബ സ്വീകരിക്കുന്നതാണ്. ഇങ്ങനെ തൗബ ചെയ്യണം. അങ്ങനെ തൗബ ചെയ്തിട്ടുണ്ട് എങ്കിൽ ആ ദിവസം നമ്മളുടെ കഴിഞ്ഞ ദിവസങ്ങളെ അപേക്ഷിച്ച് ഏറ്റവും ഉത്തമ ദിവസമാണ്, ഏറ്റവും ഉത്തമ ദിവസം. അള്ളാഹു നമ്മളോട് പറഞ്ഞില്ലേ, യാ അയ്യുഹല്ലദീന ആമനൂ തൂബു ഇലല്ലാഹി തൗബത്തൻ നസൂഹ, വിശ്വാസികളെ നിങ്ങൾ അള്ളാഹുവിലേക്ക് നസൂഹായ തൗബ ചെയ്യുന്നതാണ്. മലയാളത്തിൽ നമ്മൾ നിഷ്കളങ്കമായ തൗബ, സത്യസന്ധമായ തൗബ എന്നൊക്കെ അർത്ഥം പറയും. പക്ഷേ ആ അർത്ഥം ഏകദേശം ആശയം മനസ്സിൽ കിട്ടാനുള്ളൊരു അർത്ഥം മാത്രമാണ്, ആശയാർത്ഥം മാത്രമാണ്. എന്താ തൗബത്തുൻ നസൂഹ്? തൗബത്തുൻ നസൂഹ് എന്ന് പറഞ്ഞാൽ തെറ്റ് ചെയ്തത് തെറ്റാണെന്ന് അള്ളാഹിനോട് അംഗീകരിക്കുക. പിന്നെയോ തെറ്റിൽ ഖേദിക്കുക. ഇനി തെറ്റിലേക്കില്ല എന്നുള്ളത് പ്രഖ്യാപിക്കുക. തെറ്റിലേക്ക് ഇനി ഞാനില്ല എന്നുള്ളത് അള്ളാഹിനോട് ഏറ്റു പറയുക. അബൂ മിഹ്ജൻ അസ്സഖഫി പിൽക്കാലത്ത് ഇസ്ലാം സ്വീകരിച്ച ഒരു സഹാബിയാണ്. അദ്ദേഹം സഹാബിയാണെന്ന് പറയപ്പെടുന്നത് സഹാബിയാണ്. അദ്ദേഹം ജാഹിലിയത്തിൽ മദ്യപാനിയായിരുന്നു, മദ്യം സേവിക്കുമായിരുന്നു. ചില റിപ്പോർട്ടുകളിൽ അദ്ദേഹം ഈ മദ്യം ശീലിച്ചത് കാരണത്താൽ പിൽക്കാലത്ത് ഇസ്ലാം സ്വീകരിച്ചതാണ്. അദ്ദേഹത്തിന് ആ ശീലം നിർത്താൻ കഴിയണില്ല എന്നാണ്. അതുകൊണ്ട് ചില സമയത്ത് അദ്ദേഹം അതിൽ പെട്ടുപോകുമെന്നാണ്. പക്ഷേ ചില റിപ്പോർട്ടുകളിൽ പറയുന്നത് അദ്ദേഹം ജാഹിലിയത്തിൽ മദ്യം സേവിച്ചിരുന്നു. അന്ന് കുറേ കവിത പാടുമായിരുന്നു. ആ കവിതയാണെങ്കിൽ ഒരു വേണ്ടത്ര അർത്ഥസുന്ദരമായ കവിത അല്ല, അതിങ്ങനെ തൊള്ളയിൽ വരാൻ പാടും. ഇസ്ലാം സ്വീകരിച്ചിട്ടും അദ്ദേഹത്തിൻ്റെ തൊള്ളയിൽ നിന്ന് ഈ കവിതകൾ ഇങ്ങനെ വന്നു പോകുന്നതാണ്. അപ്പോൾ അദ്ദേഹം ഇസ്ലാം സ്വീകരിക്കുന്നതിന് മുമ്പ് മദ്യം സേവിച്ചിട്ട് അദ്ദേഹം മക്കളോടൊക്കെ പറയുന്നതാണ്, ഞാൻ മരിച്ചിട്ട് ഖബറിനുള്ളിൽ പോയിട്ടുണ്ടെങ്കിൽ എൻ്റെ ഖബറും പുറത്ത് നിങ്ങൾ മദ്യം കൊണ്ടുവന്ന് പാരണം, കാരണം അവിടെ മദ്യം കിട്ടാതിരുന്നിട്ടുണ്ടെങ്കിൽ എന്താണ് അവസ്ഥ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള അദ്ദേഹത്തിൻ്റെ കവിതകൾ കാണാം, ആശയത്തിൽ കവിത കാണാം. അപ്പോൾ അദ്ദേഹം അതിങ്ങനെ അനുസ്മരിക്കുമായിരുന്നു എന്നാണ്. ഏതായാലും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിൻ്റെ ഖിലാഫത്തിൽ സഅദ് ബിൻ അബി വഖാസ് റളിയല്ലാഹുവിൻ്റെ നേതൃത്വത്തിൽ മുസ്ലിം സേന ഖാദിസിയ പേർഷ്യ വിജയിച്ചടക്കാൻ വേണ്ടിയിട്ട് പോയപ്പോൾ സഅദ് ബിൻ അബി വഖാസ് റളിയല്ലാഹുവിൻ്റെ സൈന്യത്തിൽ ആരുണ്ട്? ഈ അബൂ മിഹ്ജൻ സഖഫി ഉണ്ട്.
ഖാദിസിയയുടെ രക്തരൂക്ഷിതമായ പോരാട്ട നാളിൽ അബൂ മെഹ്ജൻ സഖഫി സൈന്യത്തിൽ ഒരാളാണെങ്കിലും അദ്ദേഹം ബന്ധനത്തിലാണ്. കാരണം ഒന്ന്, അദ്ദേഹം ആ മദ്യത്തിന് അടിപ്പെട്ടു എന്നാണ് പറയപ്പെടുന്നത്, അല്ലെങ്കിൽ അദ്ദേഹം പണ്ട് പാടിയ ആ കവിത ഇങ്ങനെ പാടിയതാണ്. അതൊരു ഫിത്നയാണ്. കാരണം അർത്ഥം മോശമായ കവിതയാണ്. അതായത് നാവും തുമ്പിൽ വന്ന് അദ്ദേഹം പാടിപ്പോയി എന്നാണ്. അതാണ് സൽമ ബിന്ത് ഹസഫ എന്ന് പറയും. സൽമ ബിന്ത് ഹസഫ എന്ന് പറയുന്ന സഅദ് ബിൻ അബി വക്കാസിൻ്റെ ഭാര്യ സൽമ പിന്നെ ഇയാളോട് ചോദിക്കുന്നുണ്ട്, അബൂ മെഹ്ജൻ സഖഫിയോട് ചോദിക്കുന്നുണ്ട്, എന്തിനാണ് സഅദ് നിങ്ങൾക്ക് വിലങ്ങിട്ടീണെന്ന്, ബന്ധനം തീർത്തിണെന്ന്. അപ്പോൾ അദ്ദേഹം പറയുന്നുണ്ട്, പണ്ട് പാടിയിരുന്ന ആ കവിത ശകലം എൻ്റെ നാവിൻ തുമ്പിൽ വന്നു പോയി, അത് സഅദ് കേട്ട് അതിനാണെന്ന് പറയുന്നുണ്ട്. ചില റിപ്പോർട്ടുകളിൽ അദ്ദേഹത്തിൻ്റെ അടുത്ത് ഇങ്ങനെ ഒരു വീഴ്ച വന്നു എന്നുണ്ട്. അള്ളാഹു അലം. ഏതായാലും യുദ്ധം പൊടിമാറി, രക്തരൂക്ഷിതമായ യുദ്ധം പേർഷ്യക്കാരുമായിട്ട്. അത് സഅദ് അബൂ മെഹ്ജൻ സഖഫി കാണുകയാണ്. സഅദ് ബിൻ അബി വക്കാസ് രോഗിയായിട്ട് അദ്ദേഹത്തിന് അടർക്കളത്തിലേക്ക് ഇറങ്ങാൻ പറ്റിയില്ല. അദ്ദേഹം ശുശ്രൂഷയിൽ കിടക്കുകയാണ്. അപ്പോൾ അബൂ മെഹ്ജൻ സഖഫി റളിയല്ലാഹു തആല അൻഹു ഈ സൽമ ബിന്ത് ഹസഫ അഥവാ സഅദ് ബിൻ അബി വക്കാസിൻ്റെ ഭാര്യനോട് പറയാണ്, നിങ്ങൾ ഈ വിലങ്ങയക്കുകയും ഞാനും യുദ്ധത്തിൽ പങ്കെടുക്കട്ടെ. സഅദ് ബിൻ അബി വക്കാസിൻ്റെ ഒരു കുതിരയുണ്ട്, ബൽഖ എന്നാ പറയാം. ആ ബൽഖ കുതിരയെ എനിക്ക് തരും, ഞാൻ ആ കുതിരപ്പുറത്ത് ഇറങ്ങിക്കോളാം എന്ന് പറയണം. കാരണം അതവിടെ വെറുതെ എടുക്കണം, കാരണം സഅദ് റളിയല്ലാഹു അൻഹു രോഗിയല്ലേ. അങ്ങനെ സലമ ബിന്ത് ഈ സൽമ ബിന്ത് ഹസഫ റളിയല്ലാഹു തആല അൻഹ അവർ നോക്കുമ്പോൾ ഈ അബൂ മെഹ്ജനെ പോലുള്ള ഒരാൾ ഉള്ള ബന്ധനത്തിൽ കിടക്കേണ്ട ടൈമല്ല ആ ടൈം. കാരണം എന്താ, അവിടെ പേർഷ്യക്കാരോടുള്ള ന്യൂനപക്ഷത്തിൻ്റെ യുദ്ധം നടക്കുന്നത്. പിന്നെ ഇദ്ദേഹം ഇങ്ങനെ ഒരു പ്രോമിസും ചെയ്ത്, യുദ്ധം കഴിഞ്ഞാൽ ഞാൻ മടങ്ങി വന്നിട്ട് നിങ്ങൾ ഇന്ന ബന്ധനത്തിൽ ഇട്ടോളി, യുദ്ധത്തിൽ ഞാൻ പങ്കെടുക്കട്ടെ എന്ന്. അപ്പം എന്ത് ചെയ്ത്, സലമ്മ അദ്ദേഹത്തെ ബന്ധനത്തിൽ നിന്ന് മോചിതനാക്കി സഅദിൻ്റെ കുതിരയും കൊടുത്ത്. അങ്ങനെ ആ കുതിരപ്പുറത്ത് പേർഷ്യക്കാരോട് പട വെട്ടി ആര്, അബൂ മെഹ്ജൻ സഖഫി. അത് നല്ല പോരാട്ടം. ചരിത്രത്തിൽ കാണാം, ഈ അബൂ മെഹ്ജൻ സഖഫി ബൽഖ കുതിരപ്പുറത്ത് കയറിയിട്ട് അവരോട് നടത്തിയ പടയോട്ടത്തിൽ ആ രംഗം കണ്ടവർ പറയാണ്, ജിന്നിറങ്ങിയിട്ട് യുദ്ധം ചെയ്യാണെന്ന് തോന്നിപ്പോയി എന്നാണ്. ജിന്നിറങ്ങി യുദ്ധം ചെയ്യാൻ തോന്നി. അങ്ങനത്തെ പോരാട്ടം ആരാ നടത്തുന്നത്? ഈ അബൂ മെഹ്ജൻ സഖഫിയാണ്. സഅദ് റളിയല്ലാഹുവിൻ്റെ ഇടയിൽ യുദ്ധം വീക്ഷിക്കാൻ വേണ്ടിയിട്ട് നോക്കുമ്പോൾ തൻ്റെ കുതിര ബൽഖായിനെ ദൃഷ്ടിയിൽ കാണുകയാണ്. പക്ഷേ തൻ്റെ കുതിര തന്നെ അദ്ദേഹം ഇറക്കിയിട്ടില്ലല്ലോ. ആ കുതിരപ്പുറത്ത് കാണുന്ന ആളുടെ വിഷയത്തിലും ആശ്ചര്യത്തിലാണ്. ആര്? സഅദ് റളിയല്ലാഹു അൻഹു. യുദ്ധത്തിൻ്റെ പൊടിയടങ്ങി, മുസ്ലിം സൈന്യം വിജയിച്ചു, പേർഷ്യക്കാർ തോറ്റു പരാജയപ്പെട്ടു. അങ്ങനെ എല്ലാവരും ബൽഖ കുതിരപ്പുറത്തിരുന്ന ആളാര് എന്നുള്ളത് അന്വേഷിക്കുകയാണ്. അപ്പോഴത്തേക്ക് യുദ്ധത്തിൻ്റെ പൊടി അടങ്ങിയപ്പോഴത്തേക്ക് അബൂ മെഹ്ജൻ സഖഫി തിരിച്ചു വന്നിട്ട് സൽമയോട് പറയാണ് ബന്ധനം തിരിച്ചിടാൻ. മനസ്സിലായേ? അങ്ങനെ അദ്ദേഹം ബന്ധനത്തിൽ ഇരിക്കുകയാണ്. അപ്പോൾ സഅദ് വരികയാണ്. എന്നിട്ട് സൽമയോട് യുദ്ധവിവരം അറിയിക്കുകയാണ്, ഞാനൊരു മഹാത്ഭുതം കണ്ടു. എൻ്റെ ബൽഖായിൻ്റെ പുറത്തെന്ന പോലെ ഒരു വീര പടയാളി പടവെട്ടിയ രംഗം. അപ്പോൾ സൽമ പറയാണ്, അത് അബൂ മെഹ്ജൻ സഖഫിയാണ്. നടന്ന കാര്യങ്ങളൊക്കെ സൽമ ഭർത്താവിനോട് സഅദിനോട് പറഞ്ഞ്, സഅദ് ചെന്നിട്ട് അബൂ മെഹ്ജൻ സഖഫിയെ കെട്ടിപ്പിടിക്കുകയാണ്. എന്നിട്ട് പറയാണ്, ഇനി നിങ്ങൾ, കാരണം അദ്ദേഹത്തിൻ്റെ ഇടപെടലാണ് യുദ്ധത്തിൻ്റെ ഗതി മാറ്റിയത്. ബൽഖ കുതിരപ്പുറത്തിരുന്നിട്ട് അദ്ദേഹത്തിൻ്റെ ഇടപെടലാണ് യുദ്ധത്തിൻ്റെ ഗതി മാറ്റിയത് അള്ളാഹുവിൻ്റെ ഔദാര്യത്താൽ. ഇനി നിങ്ങൾ എത്ര മദ്യപിച്ചാലും ഇനി നിങ്ങളെ ഞാൻ ബന്ധിക്കൂല എന്ന് സഅദ് ആരോട്? അബൂ മെഹ്ജൻ സഖഫിയോട്. അപ്പോൾ തിരിച്ച് അബൂ മെഹ്ജൻ സഖഫി സഅദിനോട്, ഇനി എൻ്റെ ജീവിത നാളിൽ ഞാൻ മദ്യം തൊടൂല. ആ പ്രഖ്യാപനം, ആ വാഗ്ദാനം അബൂ മെഹ്ജൻ സഖഫി ജീവിതത്തിൽ ഉടനീളം പുലർത്തി എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ചരിത്രം. പറഞ്ഞു വരുന്നത് എന്താണ്? ഇനി തെറ്റിലേക്കില്ല എന്നുള്ളത് ഇങ്ങനെ പറയണം അള്ളാഹിൻ്റെ മുന്നിൽ. അപ്പോഴാണ് തൗബത്തുൻ നസൂഹാക. അങ്ങനെ നസൂഹായ തൗബ അത് ചെയ്യാനാണ് മേലായ റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മളോട് പറയുന്നത്, യാ അയ്യുഹല്ലദീന ആമനൂ തൂബു ഇലല്ലാഹി തൗബത്തൻ നസൂഹ. അപ്പോൾ നമ്മൾ ഖേദിക്കും, ഇനി തെറ്റിലേക്കില്ല എന്ന് നമ്മൾ പറയും. മേലായ റബ്ബ് സുബ്ഹാനഹു വ തആല അവൻ്റെ ഭൂമിയിൽ അവനൊരു ഉണ്മ നൽകി, അവന് കരുത്ത് നൽകി, അവന് കാഴ്ച നൽകി, കേൾവി നൽകി, അവന് എല്ലാം നൽകി. എന്നിട്ട് ഇതൊക്കെ അള്ളാഹുവിൽ നിന്ന് വാങ്ങിയിട്ട് ആ അള്ളാഹുവിൻ്റെ മുമ്പിലാണല്ലോ ഞാൻ തെറ്റ് ചെയ്തത് എന്നുള്ള ആ ഖേദം, ആ വിഷമം അത് മനസ്സിൽ തട്ടി
നമ്മൾ അള്ളാഹുവിലേക്ക് ഖേദിച്ച് മടങ്ങണം. അതോടുകൂടി നമ്മൾ അവകാശികളെ നോക്കണം. ആളുകളോടാണ് നമ്മൾ തെറ്റ് ചെയ്തിട്ടുള്ളതെങ്കിൽ അവരോട് മാപ്പ് പറയണം. അവകാശങ്ങൾ കവർന്നിട്ടാണ് നമ്മൾ തെറ്റ് ചെയ്തിട്ടുള്ളതെങ്കിൽ അവകാശങ്ങൾ തിരിച്ചു നൽകണം. ഫത്തഖുല്ലാഹ മസ്തതഅതും, കഴിയുന്നത്ര അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ടായിരിക്കണം അവകാശങ്ങൾ തിരിച്ചു നൽകേണ്ടത്. അവകാശങ്ങൾ തിരിച്ചു നൽകി തൗബ ചെയ്യുമ്പോൾ തൗബക്കൊരു ടൈമുണ്ട്, ആ ടൈമിലായിരിക്കണം തൗബ. ഓരോ മനുഷ്യരുടെയും തൗബയുടെ ഒരു അവസാന ടൈമുണ്ട്, അതിനപ്പുറം തൗബല്ല. നബിയുന മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇന്നല്ലാഹ യഖ്ബലു തൗബത്തൽ അബ്ദ് മാ ലം യുഗർഗിർ. ഒരു ദാസന്റെ തൗബ അള്ളാഹു സ്വീകരിക്കും അവൻ ഗർഗറ പറയാത്ത കാലത്തോളം എന്നാണ്. എപ്പോഴാണ് ഈ ഗർഗറ പറയാ? എപ്പോഴാ? മക്കളോട് തെറ്റുമ്പോളാ? ഭാര്യനോട് പിണങ്ങുമ്പോളാ? കൂട്ടുകാരോട് കശപിശ കൂട്ടുമ്പോളാ? അല്ല, പിന്നെയോ എപ്പോഴാണ് മനുഷ്യൻ ഗർഗറ പറയാ? കല്ല ഇദാ ബലഗതി തറാഖിയ വഖീല മൻ റാഖ്. ആത്മാവ് ഈ തുർക്കുവയിൽ എത്തി മൻ റാഖ് എന്ന് മനുഷ്യൻ ചോദിക്കണ ഒരു ടൈമുണ്ട്. റൂഹ് തൊണ്ടക്കുഴിയിൽ എത്തിയിട്ട് മരണാസന്നനായിട്ട് ഗർഗറ പറയും. അതിന് മുമ്പായിട്ടായിരിക്കണം തൗബ ചെയ്യേണ്ടത്. ഇന്നല്ലാഹ യഖ്ബലു തൗബത്തൽ അബ്ദ്. ഒരു ദാസന്റെ തൗബ അല്ലാഹു സ്വീകരിക്കും മാ ലം യുഗർഗിർ, അവൻ ഗർഗറ പറയാത്ത കാലം അത്രയും. അപ്പം അതിന് മുമ്പായിട്ട് തൗബ ചെയ്യണം. ഇതേപോലെ നബിയുന മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇന്നലിൽ മഗ്രിബി ബാബൻ മഫ്തൂഹൻ ലിത്തൗബതി മസീറത്തു 70 സന ലാ യുഗ്ലഖ് ഹത്താ തത്ലുഅ അശംസു മിൻ മഗ്രിബിഹ. എന്താ? ഇന്നലി തൗബതി ബാബൻ മഫ്തൂഹ, അല്ല, ഇന്നലിൽ മഗ്രിബി ബാബൻ മഫ്തൂഹൻ ലിത്തൗബ. മഗ്രിബിനുണ്ട്, പടിഞ്ഞാറിനുണ്ട്. ബാബൻ മഫ്തൂഹൻ ലിത്തൗബ, തൗബയ്ക്ക് വേണ്ടി ഒരു തുറക്കപ്പെട്ട വാതിൽ, തൗബ സ്വീകരിക്കാൻ വേണ്ടിയിട്ട് തുറക്കപ്പെട്ട ഒരു വാതിൽ പശ്ചിമ ഭാഗത്ത്, പടിഞ്ഞാറ് ഭാഗത്തുണ്ട്. മസീറത്ത് 70 സന എന്നാണ് വാതിൽ എന്നാണ്. ചെറിയ വാതിലല്ല, പിന്നെ 70 വർഷത്തെ വഴി ദൂരം, അത്ര വലിപ്പത്തിലാണ് ആ വാതിൽ. എത്ര ആൾ പാപം ചെയ്ത് വന്നിട്ടുണ്ടെങ്കിലും അവരുടെയൊക്കെ തൗബ കബൂലാക്കപ്പെടുമാർ വിശാലമായ ഒരു വാതിൽ, അത് തൗബയ്ക്ക് വേണ്ടി മഗ്രിബിലുണ്ട്. ലാ യുഗ്ലഖ്, ആ വാതിൽ അടക്കപ്പെടുകയില്ല. ഹത്താ തത്ലുഅ അശംസ് മിൻ മഗ്രിബിഹ, സൂര്യൻ അതിൻ്റെ മഗ്രിബിൽ നിന്ന് ഉദിക്കുന്നത് വരെ. സൂര്യൻ അതിൻ്റെ മഗ്രിബിൽ നിന്ന് ഉദിക്കുന്നത് വരെ ആ വാതിൽ അടക്കൂല എന്നാണ്. എന്ന് പറഞ്ഞാൽ എന്താ? അപ്പം നമ്മൾ സൂര്യൻ ഉദിക്കണത് കാണുന്നത് എവിടുന്ന? കിഴക്കുന്ന പൗരസ്ത്യ ധ്രുവത്തിൽ നിന്നാണ്. അത് പശ്ചിമ ധ്രുവത്തിൽ നിന്ന് ഉദിക്കണ ഒരു നാൾ വരാനുണ്ട്. അതുവരേക്കും ആ വാതിൽ അടക്കൂല എന്നാണ്. എന്താ? അതുവരേക്കും മനുഷ്യരുടെ തൗബ അല്ലാഹു സുബ്ഹാനഹു വ തആല ഖബൂലാക്കും, എല്ലാവരുടെയും തൗബ സ്വീകരിക്കും. സൂര്യൻ അതിൻ്റെ പടിഞ്ഞാറിന് ഉദയം കൊണ്ടിട്ടുണ്ട് എങ്കിൽ ഖലാസ്, തൗബക്കുള്ള കവാടം അതടക്കപ്പെടും എന്ന് നബിയുന മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വഅല ആലിഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എപ്പോഴാണ് തൗബ ചെയ്യേണ്ടത്? തൗബ ചെയ്യേണ്ടത് ഓരോരുത്തരും തൗബ ചെയ്യേണ്ടത് റൂഹ് തൊണ്ടക്കുഴിയിൽ എത്തുന്നതിന് മുമ്പാണ്. എല്ലാവരും തൗബ ചെയ്യേണ്ടത് ലോകാവസാനം അടുക്കുന്നതിന് മുമ്പാണ്. ലോകാവസാനം അടുക്കുന്നതിനോടനുബന്ധിച്ച് കുറേ അടയാളങ്ങളോട് വരും. ഖിയാമത്ത് നാളിൻ്റെ അടയാളങ്ങൾ, വലിയ അടയാളങ്ങൾ. അതിലൊരടയാളാണ് സൂര്യൻ അതിൻ്റെ പടിഞ്ഞാറിന്ന് ഉദിക്കൽ. അത് ഉദിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ തൗബ ഉണ്ടാവില്ല, തൗബക്ക് അവസരം ഉണ്ടാവില്ല. അള്ളാഹു നമ്മളെ കാക്കട്ടെ, നഊദു ബില്ലാഹ്. അതുകൊണ്ട് തന്നെ സഹോദരന്മാരെ, അള്ളാഹുവിൻ്റെ അത്തവ്വാബ് എന്നുള്ള പേരാണ് നമ്മളിവിടെ മനസ്സിലാക്കിയത്. ആ പേര് മനസ്സിലാക്കുമ്പോൾ അതിനോടനുബന്ധിച്ചിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ, നമ്മൾ ശ്രദ്ധിക്കേണ്ട, ഉൾക്കൊള്ളേണ്ടതായ വിഷയങ്ങൾ. നമ്മളൊക്കെ തെറ്റുകൾ വന്നു പോയവരാണ്, വീഴ്ചകളുള്ളവരാണ്, കുറവുകളും പോരായ്മകളും നിറഞ്ഞവരാണ്. പക്ഷേ മേലായ റബ്ബ് സുബ്ഹാനഹു വ തആല ആരാണ്? അള്ളാഹു തവ്വാബാണ്. എന്താണ് അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്? തൂബു ഇലല്ലാഹ്, നിങ്ങൾ അള്ളാഹുവിലേക്ക് തൗബ ചെയ്യുക എന്നുള്ളതാണ്. പാപികളായ ദോഷികളായ ഏതൊരു മനുഷ്യരുടെയും തൗബ അല്ലാഹു സുബ്ഹാനഹു വ തആല ഖബൂലാക്കും എന്നുള്ളതാണ്. മൻ യഹൂലു ബൈനക വ ബൈന തൗബ, നിങ്ങളുടെയും തൗബയുടെയും ഇടയിൽ മറയിടാൻ ആരുണ്ട് എന്നുള്ള ചോദ്യം നമ്മളോടൊക്കെയാണ്. അതുകൊണ്ട് തന്നെ നമുക്കൊക്കെ തൗബക്ക് അവസരമുണ്ട്. മേലായ റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മളുടെ തൗബ ഖബൂലാക്കുന്നവനാണ്. ഇന്നഹു കാന തവ്വാബ, അല്ലാഹു തവ്വാബാണ്. തെറ്റുകുറ്റങ്ങളിൽ അള്ളാഹുവിനോട് പൊറുക്കലിനെ തേടുക, പശ്ചാത്താപത്തിന് അവസരമേകുവാനും ഉദവിയേകുവാനും എളുപ്പമേകുവാനും അള്ളാഹുവിനോട് നമ്മൾ തേടുക. എന്നിട്ട് ഇരുളിൻ്റെ മറവിൽ, രാവിൻ്റെ നിറവിൽ
നിശയുടെ നിഗൂഢതയിൽ നമുക്കൊരു സുജൂദുണ്ട് എങ്കിൽ ആ സുജൂദിൽ കിടന്ന് അള്ളാഹിനോട് നമ്മളെ കഴുകാനും നമ്മുടെ ഹൃദയം ശുദ്ധീകരിക്കുവാനും നമ്മുടെ ജീവിതം അത് പരിശുദ്ധമാക്കാനും തൗബയിൽ ഒരു ജീവിതം, തൗബയിൽ ഒരു മരണം, അതിനൊക്കെ അള്ളാഹു സുബ്ഹാനഹു വ തആല അവസരം ഉണ്ടാക്കാനും നമ്മൾ അള്ളാഹുവിനോട് ദുആ ഇരക്കുക. ഇൻഷാ അല്ലാഹ് അടുത്ത ആഴ്ചയിലെ നമ്മുടെ ക്ലാസ്സിൽ അള്ളാഹുവിൻ്റെ മറ്റൊരു നാമം നമുക്ക് മനസ്സിലാക്കാം. മേലായ റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മളെ എല്ലാവരെയും എല്ലാ നന്മകൾക്കും അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹുവിൻ്റെ തൗഫീഖായി അള്ളാഹു നമ്മളെല്ലാം തുണക്കുമാറാവട്ടെ. അള്ളാഹുവിന് വഴിപ്പെട്ട് ജീവിക്കുവാനുള്ള ഒരു ആരോഗ്യം അള്ളാഹു നമുക്കെല്ലാവർക്കും ഏറ്റി നൽകുമാറാവട്ടെ. അള്ളാഹു അവൻ്റെ മഹത്തായ ഫദ്ലിനാൽ നമ്മുടെ ഈ വേദിയെ ഉപരിലോകത്ത് കബൂലാക്കുമാറാവട്ടെ. ഇതിനേക്കാൾ ശ്രേഷ്ഠപ്പെട്ടൊരു വേദിയിൽ സ്വർഗ്ഗത്തിൻ്റെ ഉന്നതങ്ങളിൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അയൽവാസികളായി ഒത്തൊരുമിക്കാൻ അള്ളാഹു നമുക്കെല്ലാവർക്കും തുണയും തൗഫീഖും പ്രദാനം ചെയ്യുമാറാവട്ടെ. അള്ളാഹു നമ്മെ നോക്കി വരുന്ന മുസീബത്തുകളെ നമ്മളിൽ നിന്ന് വഴിമാറ്റുമാറാവട്ടെ. നമ്മുടെ മാനസിക ശാരീരിക പ്രയാസങ്ങളെ അള്ളാഹു ദൂരീകരിക്കുമാറാവട്ടെ. നമ്മുടെ കൂട്ടത്തിൽ രോഗം കൊണ്ട് വലയുന്നവരുടെ രോഗങ്ങൾക്ക് അള്ളാഹു ശിഫ നൽകുമാറാവട്ടെ. അള്ളാഹുവിൻ്റെ അഫുവും ആഫിയത്തും അള്ളാഹു അവരിലും നമ്മളിലും അവതരിപ്പിക്കുമാറാവട്ടെ. അള്ളാഹുവെ, ഞങ്ങളുടെ മേലായ റബ്ബെ, മാരകമായ രോഗങ്ങളിൽ നിന്ന് അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയെ ഷിഫയേകി രക്ഷപ്പെടുത്തിയ നീയാണ് ഷാഫി. അതിനാലാണ് അള്ളാഹുവെ ഈ മജ്ലിസിൽ നിന്ന് ഞങ്ങൾ നിന്നോട് ദുആയിരക്കുന്നത്, നിന്നോട് അർത്ഥിക്കുന്നത്. ഞങ്ങളുടെ കൂട്ടത്തിൽ രോഗമുള്ളവരുടെ രോഗങ്ങൾക്ക് നീ ഷിഫയും ആഫിയത്തും നൽകണമേ. അള്ളാഹുവെ, നിനക്ക് വഴിപ്പെട്ട് ജീവിക്കുവാനുള്ള ആയുരാരോഗ്യം ഞങ്ങൾക്ക് ഏവർക്കും നീ ഏറ്റി നൽകണമേ. അള്ളാഹുവെ, നിൻ്റെ ഷിഫ നീ ഞങ്ങളിൽ അവതരിപ്പിക്കണമേ. നിൻ്റെ ആഫിയത്ത് നീ ഞങ്ങളിൽ അവതരിപ്പിക്കണമേ. ഞങ്ങളുടെ ഇണകളിൽ മക്കളിൽ നീ ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഹത്തിലും പരത്തിലും കൺകുളിർമയേകണമേ. ഞങ്ങളിലൂടെ ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് കൺകുളിർമയേറ്റി അവരെയും ഞങ്ങളെയും നീ ആദരിക്കണമേ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين ودمر أعداءك أعداء الملة والدين. اللهم فرج هم المهمومين من المسلمين. اللهم فرج هم المهمومين من المسلمين. اللهم فرج هم المهمومين من المسلمين. اللهم أنجِ المسلمين المستضعفين في كل مكان. اللهم أنجِ المسلمين المستضعفين في كل مكان. اللهم أنجِ المسلمين المستضعفين في كل مكان. اللهم احفظ لي هذه الديار. اللهم احفظ لي هذه البلاد، بلاد الحرمين الشريفين، أمنها ورجال أمنها. اللهم احفظ لها حدودها وثغورها وجنودها. اللهم احفظ لها قيادتها وعقيدتها. اللهم من أرادها وأراد المسلمين بسوء اللهم فأشغله في نفسه. اللهم اجعل كيده في نحره. اللهم اجعل تدبيره تدميرا عليه. يا حي يا قيوم، يا حي يا قيوم، يا حي يا قيوم، يا ذا الجلال والإكرام. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. وآخر دعوانا أن الحمد لله رب العالمين. السلام عليكم ورحمة الله.